ഇന്നത്തെ ആത്മീയ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് ഒരു ദൈവവചന ഭാഗം നമുക്ക് വായിക്കാം. വിശുദ്ധനായ യോഹന്നാൻ ബൈബിളിൽ 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. വിശുദ്ധനായ യോഹന്നാൻ ബൈബിളിൽ 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 1 യോഹന്നാൻ എഴുതിയ സുവിശേഷം, 2 യോഹന്നാൻ എഴുതിയ 3 ലേഖനങ്ങൾ, ഇവ 4. പിന്നെ എഴുതിയത് വെളിപ്പാട് പുസ്തകം. അങ്ങനെ 5 പുസ്തകങ്ങൾ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. 5 പുസ്തകങ്ങൾ മോശയുടെ പേരിലുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ രചിക്കപ്പെടാനിടയായത് വിശുദ്ധനായ പൗലോസിൻ്റെ പേരിലാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഓൺലൈനിലുള്ള BTH ക്ലാസ് അതിൽ പങ്കെടുക്കുന്നവരിവിടെയുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു എന്ന് ജോയ്സനോട് പറഞ്ഞു. യേശു കഴിഞ്ഞാൽ എന്താ ഇത് ചോദ്യം? യേശു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ യേശു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്ത സ്ഥാനമുള്ള ആളാരാന്ന് ചോദിച്ചിട്ട് അതിൽ കൊടുക്കുന്ന ചോദ്യമാണ്. കാരണം ഏറ്റവും സ്നേഹിക്കുന്ന ആളാരാന്നുള്ളത് ഇപ്പോഴും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ അത് കൊടുക്കുന്ന ചോദ്യം. പക്ഷെ എങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്. എന്താണ് അതായത് പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ യേശുക്രിസ്തുവിനെ അനുഗമിച്ചതുപോലെ നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ, നിങ്ങൾ എന്നെ അനുഗമിക്കുവിൻ എന്നും എഴുതിയിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അത് ഒരു കൃത്യമായ ആൻസർ പോലെ നമുക്ക് തോന്നാനായിട്ട് കഴിയും. ഞാൻ അങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നാൽ നമുക്ക് ഇന്ന് വായിക്കേണ്ടതായ വേദഭാഗം എന്ന് പറയുന്നത് നമുക്ക് 1 യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 4-ാം അധ്യായം, അതിൻ്റെ 1, 2, 3, 4 വാക്യങ്ങൾ വായിക്കാം. ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏത് ആത്മാവിനെ വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജലത്തിൽ വന്നുവെന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെ ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുപിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഓക്കെ, നാം വായിച്ച വേദഭാഗങ്ങൾ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ വിശുദ്ധനായ യോഹന്നാൻ നാം ഓരോരുത്തരോടും ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. എന്താണ് ആവശ്യപ്പെടുന്ന കാര്യം? എന്താണ്? ആത്മാക്കളെ ശോധന ചെയ്യുക. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മാക്കൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. എത്ര തരം ആത്മാക്കളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? നമുക്കറിയാം, ദൈവത്തിൽ നിന്നുള്ള ആത്മാവ്, ദൈവാത്മാവ്, സത്യത്തിന്റെ ആത്മാവ്. ഇതാരാ? പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്നുള്ള ആത്മാവ്, ദൈവാത്മാവ്, സത്യത്തിന്റെ ആത്മാവ്. ഇത് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ഭാഗത്ത് പറയുന്നു, ഒരു ഫോൾസ് പ്രോഫറ്റ്, കള്ളപ്രവാചകന്റെ ആത്മാവ്, അന്ത്യക്രിസ്തുവിന്റെ ആത്മാവ്, തെറ്റായ ഉപദേശത്തിന്റെ ആത്മാവ്. ഇതാണ് ദുരാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ദുരാത്മാവിനെയും ദുരാത്മാവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ഭാഗം നമ്മൾ എന്ത് തിരിച്ചറിയണം എന്നാണ് പറയണത്? നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അങ്ങനെയല്ല പറഞ്ഞത്? സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി വായിക്കാം. പ്രിയമുള്ളവരെ,
കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കിയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. 5-6 വാക്യങ്ങളും തുടർന്ന് വായിക്കാവുന്നതാണ്. അതുകൂടി ഞാൻ വായിക്കാം. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്ക് ഇതിനാൽ അറിയാം. 6 വാക്യങ്ങൾ പൂർത്തീകരിച്ച് വായിച്ചു. ഈ വാക്യങ്ങൾ നമ്മോട് പറയുന്ന ആത്മാക്കളെ എന്ത് ചെയ്യണമെന്ന ശോധന ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. നമുക്കറിയാം, നമുക്കൊരു പനി വന്നു, ഒരു തലവേദന വന്നു, പനി വന്നു. എന്ത് ഡോക്ടർ എഴുതും? ഒരു പാരസെറ്റമോൾ എഴുതാം, അല്ലേ? അല്ലെങ്കിൽ പിന്നെ തലവേദനയ്ക്ക് വേണമെങ്കിൽ, അടുത്ത വേദന ഉണ്ടെങ്കിൽ ഒരു പാരസെറ്റമോളോ വേണമെങ്കിൽ ഒരു പെയിൻ കില്ലറോ എഴുതാം. അപ്പം ചിലപ്പോൾ ഒരു ടൈം പീരീഡിനുള്ളിൽ അത് എന്ത് ചെയ്യും? അത് മാറിപ്പോയില്ലെങ്കിലും എത്ര പ്രാവശ്യം പാരസെറ്റമോൾ കഴിക്കാം? പാരസെറ്റമോൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? നിങ്ങൾ എന്നോട് പറഞ്ഞേ. ഒരു 2 ദിവസത്തിൽ കൂടുതൽ പാരസെറ്റമോൾ കഴിച്ചിട്ടും പനി മാറുന്നില്ലെങ്കിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. പിന്നെയും പാരസെറ്റമോൾ കഴിച്ച് അങ്ങനെ കോവിഡ് സമയത്ത് പാരസെറ്റമോൾ കഴിച്ച് കിഡ്നി പോയവരുണ്ട്. ചില ആൾക്കാർ പറയും മഞ്ഞപ്പൊടി വളരെ നല്ലതാണ്. മഞ്ഞപ്പൊടി നല്ലത് തന്നെ, പക്ഷെ കുറേ മഞ്ഞപ്പൊടി കഴിച്ചാലോ നമ്മുടെ ശരീരത്തിന് കേടാണോ? കേടാണ്. ഇപ്പോൾ ഒരു തരം ഈ ഒച്ച ഇറങ്ങിയിട്ടുണ്ട്. എന്തൊച്ച? ആഫ്രിക്കൻ ഒച്ച. ഇവിടെ ഒരു 10-20 എണ്ണത്തിന് ഈ വാഴയുടെ ചെയ്ത സമയത്ത് ആള് ചെയ്തു. നല്ല വലിപ്പമുള്ളതാണ് ഈ വാഴ അവിടെ വരുന്ന ഈ ഒച്ച ഉണ്ടായാൽ എന്താ ഗുണം, എന്താ ദോഷം? എല്ലാ പച്ചപ്പും ഒക്കെ കളയും. അപ്പം എന്ത് ചെയ്യണം? എങ്ങനെ കൊല്ലാൻ പറ്റും? അടിച്ചു കൊല്ലാൻ പറ്റും. പിന്നെ എന്ത് പറഞ്ഞു? അതായത് കുമ്മായിട്ട് വെച്ചാവും. എന്തായാലും ശരി, ഈ നമ്മുടെ തിരുമുടിക്കുന്നിൽ ഒരു ജാതിത്തോട്ടത്തിന് മുഴുവൻ എന്തു വന്നു? ഈ ഒച്ച വന്നു. ഇങ്ങൊരു ഉപ്പ് മേടിച്ച് ഇട്ട് എന്ത് ചെയ്തു അറിയാമോ? എന്ത് സംഭവിച്ചെന്നറിയാമോ? ജാതിയിലുള്ള കായം മുഴുവൻ എന്ത് ചെയ്തു? താഴോട്ട് വീണുപോയി. കാരണം കൂടുതൽ ഉപ്പിട്ടാലും, അവനെ ശ്രദ്ധിക്കണേ, ഉപ്പിട്ടാലും അത് ജാതിക്ക് കേടാ. ഉമ്മായി വിടാം, എല്ലാം ഏതായാലും അധികമായാൽ ദോഷം തന്നെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, പനി മാറുന്നില്ല, വിട്ടുമാറാത്ത പനി, അതുപോലെ തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡോക്ടറെ അടുത്ത് പോകും. ആ ഡോക്ടറല്ല, അപ്പോഴാണ് ഡോക്ടർ പറയുക, ഇതിപ്പോൾ കഴിക്കുക, നിങ്ങൾ ഈ ഗുളിക കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം കഴിക്കുക, ഭക്ഷണത്തിന് മുമ്പ് ഇന്നത് കഴിക്കണം, ഭക്ഷണത്തിന് ശേഷം ഇന്നത് കഴിക്കണം, 3 നേരം കഴിക്കും. 6 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയും. ചിലർ കുറഞ്ഞില്ലെങ്കിൽ വരാൻ പറയും. കുറയാതിരുന്നാൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരെന്താ പറയുക? പിന്നെയും പാരസെറ്റമോൾ തരാണോ ചെയ്യുക? എന്ത് ചെയ്യാൻ പറയും? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും. ശരിയല്ലേ? അപ്പം എന്തിനാ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്? എന്താണ് രോഗമെന്ന് അറിയാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. എന്താണ് അപകടമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. ഈ ടെസ്റ്റ് ഉപയോഗിച്ചാണ് നമുക്ക് വന്ന രോഗം എന്താണെന്ന് അവർ ഡയഗ്നോസ് ചെയ്യുന്നത്. ചിലർക്ക് പിച്ചുമ്പയും പറയുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയുന്നത് സോഡിയം കുറവാണ്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും, അപ്പോൾ ശരിയാവും. ഞാൻ പറഞ്ഞത്, ഇവിടെ ദൈവവചനം പറയുകയാ, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും
ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുക. അതിൻ്റെ പ്രാധാന്യം പറയാനാണ് ഞാനിത് ആ ടെസ്റ്റിനെ കുറിച്ച് പറയാൻ കാരണം. ക്യാൻസർ ഒരു ടെസ്റ്റിലൂടെയൊക്കെയാണ് തിരിച്ചറിയാം, ശരിയല്ലേ? ചിലത് സ്കാനിങ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ്, ചിലത് ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെ പലവിധ ടെസ്റ്റുകളുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നു ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണോ, ദൈവത്തിൻ്റെ ആത്മാവാണോ, ദൈവം അയച്ച ആത്മാവാണോ എന്ന് തിരിച്ചറിയാൻ നാം എന്തു ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. ചില ആൾക്കാർ പറയും പഴയ നിയമം നമുക്ക് അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല, പുതിയ നിയമമാണ് എന്ത് ചെയ്യുന്നത്, നോക്കേണ്ടത്. കാരണം പുതിയ നിയമത്തിലാണുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ തെളിഞ്ഞു കിടക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് എന്ത്? പുതിയ നിയമം. കർത്താവായ യേശുവും തൻ്റെ ശിഷ്യന്മാരും പ്രവാചക പുസ്തകങ്ങളിൽ നിന്ന്, സങ്കീർത്തനങ്ങളിൽ നിന്ന് ഒക്കെയും മോശയുടെ പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വേണ്ടാത്ത ഇതാണെങ്കിൽ എബ്രായ ലേഖനത്തിലും റോമാ ലേഖനത്തിലും മറ്റുള്ള വേദഭാഗങ്ങളിലും എന്തിനത് കോട്ട് ചെയ്യാൻ കാരണം? സ്തോത്രം. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നാം പഠിക്കണമെങ്കിൽ പുതിയ നിയമത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചും പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. എവിടെയാണ് വരങ്ങളെക്കുറിച്ച് പറയുന്നത്? ഏതാ? എഫെസ്യ ലേഖനത്തിൽ പറയുന്നത്. അതിനേക്കാൾ പ്രാധാന്യത്തിൽ പറയുന്നത് എവിടെയാണ്? എത്ര? 2 കൊരിന്ത്യ ലേഖനങ്ങളുണ്ട്. 1 കൊരിന്തോസ്, 2 കൊരിന്തോസ്. അതിലേതാ? 1 കൊരിന്തോസ്. എത്രാം അധ്യായമാ? 12-ാം അധ്യായം. ഞാനിത് പറയുന്നത് നിങ്ങൾ കേവലം കാഴ്ചക്കാരെ പോലെ ഇരിക്കരുത്. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ബൈബിള് വായിക്കണം. ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, പാലക്കാട് നമുക്കൊരു വലിയ പ്രവർത്തനം വരാൻ പോകുന്നുണ്ട്. സഭ വളരണമെങ്കിൽ സഭയിലുള്ളവർ ദൈവവചനത്തിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഒക്കെ വളർന്നു വരണം. നിങ്ങൾ ഓരോരുത്തരും ദൈവവചനം ഷെയർ ചെയ്യാനായിട്ട് തയ്യാറാവണം. ഇപ്പോൾ ഉപവാസ പ്രാർത്ഥനയിൽ പീറ്റർ ബ്രദർ നല്ല മെസ്സേജുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പീറ്റർ ബ്രദർ മാത്രം പറഞ്ഞാൽ പോരാ, മറ്റു പലരും പറയണം. ദൈവം കൃപ നൽകിയനുസരിച്ച് പറയണം. ഒരേ പ്രസംഗമല്ല പറയേണ്ടത്, ഒരേ കാര്യമല്ല. ഞാൻ ചിലരൊക്കെ വിളിക്കാറുണ്ട്, 10 കൊല്ലം മുമ്പ് പ്രസംഗിച്ച പ്രസംഗം, അതേ പ്രസംഗം 10 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചാലോ അദ്ദേഹം അത് തന്നെ പറയും. ഒരു ആത്മീയ വളർച്ച നമുക്കുണ്ടാകണം. ദൈവവചനം വായിക്കണം, നാം കൂടുതൽ അറിയണം, ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ദൈവ മർമ്മങ്ങളെ ദൈവം തുറന്നു തരും. ഹല്ലേലൂയ. സ്ഥിരം പഠിച്ച കാര്യങ്ങളൊന്നും അല്ല നമ്മൾ പറയേണ്ടത്. ദൈവവചനത്തിൽ നിന്ന് ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തെ മനസ്സിലാക്കി തരാൻ മതിയായവനായ കർത്താവാണ്. സ്തോത്രം. നീ എന്നെ വിളിച്ചപേക്ഷിക്കുക. നിനക്ക് അഗോചരമായിരിക്കുന്നത്, നിനക്ക് അറിയാത്തതായ വൻകാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. സ്വർഗത്തിൽ അനേക വൻകാര്യങ്ങൾ ഇപ്പോഴും വെളിപ്പെടുത്തപ്പെടാത്ത കാര്യങ്ങളുണ്ട്. യേശു ഇങ്ങനെ പറഞ്ഞു, ഭൂമിയിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ സ്വർഗത്തിലെ കാര്യങ്ങൾ എങ്ങനെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കും എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നാം പ്രാർത്ഥിച്ചാൽ ഇനിയും വെളിപ്പെടുവാനുള്ള അനേക ദൈവിക മർമ്മങ്ങളെ ഹല്ലേലൂയ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. അതിന് നമുക്കൊരു ആഗ്രഹം വേണം. അതിനായിട്ട് ജാഗരിക്കണം, പ്രാർത്ഥിക്കണം, ദൈവവചനം പഠിക്കണം, ദൈവവചനം ധ്യാനിക്കണം, മനഃപ്പാഠമാക്കണം. കേട്ടോ, ഈ പ്രായത്തിൽ തന്നെ മനഃപ്പാടാക്കണം. ഓരോ വാക്യം കഴിഞ്ഞ് അമ്മേനെയോ മറ്റുള്ളവരെ നോക്കല്ല ചെയ്യേണ്ടത്. എല്ലാം നമ്മൾ പഠിക്കണം, നമ്മൾ ഹൃദയത്തിൽ ധ്യാനിക്കണം. അപ്പോൾ അതിൽ നിന്ന് വൻകാര്യങ്ങളെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയാവും. ഈ ലോകത്തിലുള്ള ഏത് പുസ്തകങ്ങളെക്കാൾ വിലയേറിയ പുസ്തകമാണ് ദൈവവചനം എന്ന ബൈബിൾ. കാരണം ദാറ്റ് ഈസ് നോട്ട് ആൻ ഇൻഫോർമേറ്റീവ് ബുക്ക്, ബട്ട് ദാറ്റ് ഈസ് എ ട്രാൻസ്ഫോമിംഗ് ബുക്ക്. കേട്ടോ, അത് കേവലം അറിവ് നൽകുന്ന പുസ്തകം മാത്രമല്ല. അറിവ് നൽകുക എന്നുള്ളതല്ല അതിൻ്റെ പ്രധാനം, ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്നറിയാമോ? ഇവിടെ പറയാൻ ആഗ്രഹിച്ച കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ച് പഠിക്കണം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 14-ാം അധ്യായത്തിൽ കൃപാവരങ്ങളുടെ ഉപയോഗങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. കേട്ടോ ഞാൻ പറഞ്ഞത്? 12-ാം അധ്യായത്തിൽ എന്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു? കൃപാവരങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 13-ാം അധ്യായത്തിൽ ഏറ്റവും വലുതായ സ്നേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 14-ാം അധ്യായത്തിൽ അത് ഉപയോഗിക്കേണ്ട വിധത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 12-ാം അധ്യായത്തിൽ
9 വരങ്ങളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര വരങ്ങളെ കുറിച്ച്? 9 വരങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തി. അതിൽ പഠിക്കേണ്ടതായ അറിയേണ്ടതായ വരങ്ങളുണ്ട്, അതിൽ സംസാരിക്കേണ്ടതായ വരങ്ങളുണ്ട്, അതിൽ ചെയ്യേണ്ടതായ വരങ്ങളുണ്ട്. അതിനെ 3 കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാ? അറിയേണ്ടത്, പിന്നെ പ്രവർത്തിക്കേണ്ടത്, സംസാരിക്കേണ്ടത്. ഹല്ലേലൂയ. ആർക്കെങ്കിലും പറയാമോ പറയേണ്ടതായ 3 വരങ്ങൾ ഏതാണ്? ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി അത് പഠിക്കണം. ആ ഭാഗങ്ങളൊക്കെ കേവലം വെറുതെ വന്നുകൊണ്ട് കുറച്ച് ആരാധിച്ച് കൈയടിച്ച് പോയിക്കൊണ്ട് കാര്യമില്ല. നിങ്ങളോട് ചോദിക്കുന്ന ചിലരോട് പ്രത്യുത്തരം പറയാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. ഏതാണ് സംസാരിക്കേണ്ടതായ 3 വരങ്ങൾ? അന്യഭാഷ, ഭാഷയുടെ വ്യാഖ്യാനം, പ്രവചനം. പ്രൈസ് ദി ലോർഡ്. 3 കാര്യങ്ങൾ. ഒരു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ പ്രകടമായി കണ്ട ഒരു ഗുണമാണ് അന്യഭാഷ എന്ന് പറയുന്നത്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവനോ പ്രവചിക്കുന്നവനോ അല്ലെങ്കിൽ തന്നോട് തന്നെ ദൈവത്തോടും തന്നോടും തന്നെ സംസാരിക്കുന്നവനോ തനിക്ക് താൻ ആത്മീക വർധനവ് വരുത്തുന്നു എന്ന് ദൈവവചനം പറയുമ്പോൾ അന്യഭാഷയെ നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. അത് വളരെ വലിയൊരു കാര്യമാണ്. അത് ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനായിട്ട് ശ്രേഷ്ഠ വരങ്ങൾക്കായിട്ട് വഞ്ചിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി പറയുക. അത് നിന്നുപോയിട്ടില്ല, അത് നിന്നു പോകും, എന്ന് നിന്നു പോകും. കർത്താവിനെ അഭിമുഖമായി കാണുമ്പോൾ പിന്നെ ഈ അന്യഭാഷയുടെ കാര്യമൊന്നും ഇല്ല. ചില സമയത്ത് ഞങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ വഴിയറിയാത്ത സ്ഥലത്ത് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? വഴിയറിയാത്ത സ്ഥലത്ത് നമ്മൾ എന്തു ചെയ്യും? ഇന്ന് എവിടെ വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും. കാരണം നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? ലൊക്കേഷൻ മാപ്പ് ഇട്ടിട്ട് നമ്മൾ എവിടേക്ക് വേണമെങ്കിലും പോകാം. ഇന്ന റോഡ് എത്തുമ്പോൾ 300 മീറ്ററിൽ അങ്ങോട്ട് തിരിയണം, അവിടെ നിന്ന് കുറച്ചുകൂടി 500 മീറ്റർ കഴിയുമ്പോൾ ഇങ്ങോട്ട് തിരിയണം. ഇനി നമ്മൾ വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി വേറെ ഈ വഴിക്കൂടെ തിരിഞ്ഞ് ആ വഴിക്ക് എത്താൻ പറ്റും. ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഒക്കെ ശരി, എല്ലാം എത്തി. നമ്മൾ NH-ൽ നിന്ന് ഒരു അകത്ത് ഉള്ളിലോട്ടുള്ള വഴിയിലൂടെയൊക്കെ കടന്ന് പോയി നമ്മൾ ഈ സ്ഥലത്തൊക്കെ എത്തി. നമ്മൾ തിരിച്ചും അനുഗ്രഹ ക്രിസ്ത്യൻ ചർച്ച് കൊരട്ടി എന്ന് വീണ്ടും ലൊക്കേഷൻ ഇട്ട് വരണം. അങ്ങനെ ഒരു പെട്ടെന്ന് NH-ലേക്ക് എത്തി. അപ്പം ഞാൻ പറയാം, ഇനി എന്ത് വേണ്ട ആവശ്യമില്ല. ഈ ലൊക്കേഷൻ മാപ്പിൻ്റെ ആവശ്യമുണ്ടോ? NH-ക്കോട് നേരിട്ട് പോകുന്നത്. അതായത് കാണേണ്ടവനെ കാണുമ്പോൾ നമുക്ക് അംശമായതുകൊണ്ടൊന്നും വേണ്ടെന്ന്. അന്യഭാഷയിൽ ഒരു കാര്യം മുഴുവനായിട്ട് പറയില്ല. ഹല്ലേലൂയ. ചിലർക്ക് കാക്ക കാക്കങ്ങ, ചാച്ച ചാച്ചന, ടാട്ട ടാട്ടണ എന്ന് പറയുന്ന അക്ഷരങ്ങൾ മാത്രമേ പറയുള്ളൂ. അതിന് നമുക്ക് കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ കിട്ടിയിട്ടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ ജാഗരിച്ച് അതിനപ്പുറവും കിട്ടും. ഹല്ലേലൂയ. കേട്ടോ ഞാൻ പറഞ്ഞത്? പൗലോസ് പറയുന്നത്, നിങ്ങളിൽ ഏവരെക്കാളും അധികമായി ഞാൻ അനേക ഭാഷകളിൽ സംസാരിക്കുന്നു. അക്ഷരം പറയുന്നു എന്നല്ല പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എനിക്ക് സംശയമായിരുന്നു, ഈ വാക്കുകൾ ഇത് കാണാതെ പിടിച്ച് പറയുന്നതാണോ എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം അത് അങ്ങനെ എന്നോട് ക്ഷമിക്കണം. കാരണം ചില സഭയിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഒരേ ഭാഷ സംസാരിക്കും, വേറെ ചില സഭയിൽ ചെല്ലുമ്പോൾ അവരൊക്കെ ഒരേ ഭാഷ സംസാരിക്കും, ഒരേപോലത്തെ അക്ഷരങ്ങൾ. തിരുവല്ല ചെല്ലുമ്പോൾ കുറേ പേര് ഒരുപോലത്തെ വാക്കുകളാണ്. ഇതെനിക്ക് ഒത്തിരി സംശയം ഉണ്ടാക്കി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ കർത്താവിനോട്, കർത്താവേ എനിക്കങ്ങ് എന്നോട് ഒരാൾ ഞാൻ ഇത് ശരിയല്ല എന്നുള്ള തരത്തിൽ എന്തോ പറഞ്ഞപ്പോൾ ഒരു ദിവസം എന്നെ ശാസിച്ചാൽ നമുക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. നമ്മളെപ്പോഴും വിശ്വസ്തരായില്ല. ഇപ്പം ചിലർ ഒരിക്കലും ഒരാളെന്നോട് പറഞ്ഞു, എനിക്ക് ഈ പാസ്റ്റർ അവസരം തന്നില്ല. അവർ നേരെ വേറെ ചർച്ചയിലേക്ക് പോകണം, നാട് നീളെ നടക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതോ വിശ്വസ്തയുടെ ലക്ഷണം? എന്നാൽ ശരി, ഞാൻ സൗമ്യതയോടെ ഇരിക്കും. പാസ്റ്റർക്ക് ഒരാളുടെ വാതിലടയ്ക്കാൻ പറ്റും? നിങ്ങൾ എന്താ പറയുന്നത്? ഒരാളുടെ ദൈവം കൃപ കൊടുത്തിരിക്കുന്ന ഒരാളുടെ കഴിവിൻ്റെ വാതിലടയ്ക്കാൻ ഏതെങ്കിലും മനുഷ്യന് സാധിക്കില്ല. കർത്താവ് എന്താ പറഞ്ഞത്? ഒരു കാര്യം കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണി പാതാള ഗോപുരങ്ങൾ എന്നാ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ദൈവം സ്ഥാപിച്ച സഭ എന്ന് പറയുന്നത് അതിൻ്റെ ആയുസ് 5 കൊല്ലോ 10 കൊല്ലോ കുറച്ച് നാളോ ഒന്നുമല്ല. അത് വാങ്ങിക്കാനോ വിൽക്കാനോ പറ്റുന്ന ഒന്നല്ല. മറിച്ച് ദൈവം ആരംഭിച്ച സഭ എന്ന് പറയുന്നത് അത് നിത്യതയോളം എത്തുന്നതാണ്. അതുകൊണ്ടാണ് പാതാള ഗോപുരങ്ങൾ അതിനകത്ത് ജീവിക്കില്ലെന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. പണ്ട് പനത്തടി എന്ന് പറയുന്ന സ്ഥലത്ത് 10 പേരെ ഞാൻ സ്ഥാനപ്പെടുത്തി. അവരൊരു സഭയായി.
കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി, മറ്റുള്ളവരൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് സഭയ്ക്ക് ആലയില്ലല്ലോ. അന്ന് നമുക്ക് ആലയത്തിന് പോയിട്ട് 1 രൂപ പോലും കൊടുക്കാനില്ല. നമ്മളെല്ലാ ഞായറാഴ്ച എല്ലാ മാസത്തിൻ്റെയും 3 ദിവസം ഞാനും ആന്റണി ചേട്ടനും കൂടി ഇവിടെ നിന്ന് ടിക്കറ്റൊന്നും ബുക്ക് ചെയ്യാൻ പറ്റില്ല, ബസ്സിൽ ഉറക്കമുളച്ച് അവിടെ പോയി 3 ദിവസം അവിടെ താമസിച്ച് അവർക്ക് വചനം പറഞ്ഞു കൊടുത്ത് കർത്തൃമേശ എടുത്ത് തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ അവിടെയുള്ള പാസ്റ്റർമാരൊക്കെ ചുറ്റുമുള്ളവർ പറഞ്ഞു, ഒറ്റയ്ക്ക് നിൽക്കുന്നതിൽ അവരോട് ദേഷ്യം ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് വല്ല സഭാഹോളുണ്ടോ, നിങ്ങൾക്ക് സഭയുണ്ടോ, നിങ്ങൾക്ക് പ്രയർ ഹോളുണ്ടോ? അപ്പോൾ എന്നോട് ഇവർ പറഞ്ഞു സഭാ ഹോളില്ല എന്ന് അവർ പറയുന്നു. നമുക്കൊരു സഭാ ഹോള് വേണം, സഭയ്ക്കൊരു ആലയം വേണം. ഇവിടെയുള്ള ആലയമാണോ സഭയുടെ കെട്ടിടം എന്ന് പറയുന്നത്? ജീവനുള്ള കല്ലുകളായി നമ്മൾ ഓരോരുത്തരുമാണ് യുക്തമായി ചേർന്ന് കെട്ടിടമാകുന്നതെന്ന് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കെട്ടിടത്തിന് നിത്യതയുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് അവർ പറഞ്ഞു, വേറൊരു ചർച്ച്, ഗൾഫിലൊരു ചർച്ച് എന്ത് ചെയ്യാം, പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ ഇതിൽ വരുന്നുണ്ട്, ടി വിയിലൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഞാനത് പറഞ്ഞുകൊണ്ട് ഇനി അദ്ദേഹത്തിന് ഒരു പോരായ്മ വേണ്ട. ഗൾഫിലൊരു അദ്ദേഹം കേരളത്തിൽ 10-12 സഭകൾ കാശ് കൊടുത്ത് വാങ്ങിച്ചു. സഭയൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല. സഭകൾ പണിത് എന്ത് ചെയ്തു, ചർച്ചുകളൊക്കെ ആ ബാനറിൻ്റെ പേരിലായി. ആ പേരൊക്കെ സ്വർഗത്തിലുണ്ടാവും എനിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? പണ്ടൊരാൾ പറഞ്ഞ് ഇവിടെ ചർച്ച കൂടുന്നുണ്ട്, IPC നിന്ന് സ്വതന്ത്രന്മാരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അനുഗ്രഹ എന്നുള്ള പേരോ ഇന്ത്യൻ പെന്റിക്കോസ്റ്റ് എന്നുള്ള പേരോ ചർച്ച കോഡ് എന്നുള്ള പേരോ ന്യൂ ഇന്ത്യ ചർച്ച കോഡ് എന്നുള്ള പേരോ ഒന്നും അവിടെ കാണില്ല. ഉണ്ടാവില്ല. പണ്ടൊരാൾ പറഞ്ഞു, ഈ നമ്മുടെ ഈ പമ്പയുടെ ആറ്റിൻ്റെ അടുത്തൊക്കെ പണ്ട് ആൾക്കാർ ഈ താറാവ് കൃഷി നടത്തുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ KP ഓവനാൻ എന്ന് പറയുന്ന ദേവദാസൻ്റെ അപ്പനൊരു താറാവ് വളർത്തുന്ന ആളായിരുന്നു. ഈ താറാവ് വളർത്തുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? താറാവിനെ കൊണ്ട് എന്ത് ചെയ്യും, ഇവരിങ്ങനെ ക്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ഇവരെല്ലാം കൂടി നടന്നു പോകും. അങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, അവരൊരു ചെറിയ നെറ്റൊക്കെ ഇട്ടിട്ട് അവിടെ ചെയ്യും. ഒരു താറാവ് അങ്ങോട്ട് പോയി ഭയങ്കര തല്ലുപിടുത്താ. താറാവ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തല്ലുപിടുത്താ. പക്ഷേ നല്ല മഴ പെയ്ത് വെള്ളപ്പൊക്കെ ഉണ്ടായി നിൽക്കും. അപ്പോൾ പിന്നെ ഈ മതിലൊന്നും എന്തില്ല, വലയൊന്നുമില്ല. പിന്നെ താറാവുകളൊക്കെ ഒറ്റക്കൂട്ടാണ്. ഇതുപോലെ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം എന്ന് പറയുന്നവർ സ്വർഗത്തിൽ എങ്ങനെയായിരിക്കും? അവർക്ക് ഇവിടെയുള്ള ഈ ബോർഡുകളൊന്നും അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു വരികയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് 3 വരങ്ങൾ സംസാരിക്കാനുള്ള വരങ്ങളുണ്ട്. അതേതൊക്കെയാണ് പറഞ്ഞത്? അന്യഭാഷ, പ്രവചനവരം, ഭാഷകളുടെ വ്യാഖ്യാനം. ഇത് 3ഉം പരിശുദ്ധാത്മാവ് തരുന്ന കൃപാവരങ്ങളാണ്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് ഭാഷകളെപ്പോലെ മണിക്കൂറുകൾ സംസാരിക്കാനുള്ള ഒരു അന്യഭാഷ നൽകുവാനാണ്. ഒരു ഭാഷയല്ല, പല ഭാഷകളിൽ മാറി 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 സംസാരിക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി. അതെനിക്ക് ഒരു അണക്കെട്ട് എങ്ങനെ ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മളുടെ ഈ ഇപ്പോൾ പൊട്ടാൻ പോകണമെന്ന് പറഞ്ഞത് മുല്ലപ്പെരിയാർ അണക്കെട്ടെങ്ങാനും പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കുതിച്ചാടുന്നു. ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ നടന്ന് പ്രാർത്ഥിക്കുക, ഓരോരുത്തരെ ഓർത്ത്, സഭയിലുള്ള ഓരോരുത്തരെ ഓർത്ത് ഇങ്ങനെ നടന്ന് പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് മലയാളത്തിലല്ലാതെ എനിക്ക് മനസ്സിലായി, ഏതോ ഒരു ഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഭാഷയിൽ ചിലരുടെ പേരുകൾ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്, ഇന്നും ഓർക്കാം. ബോബിൻ, റോബിൻ എന്നുള്ള പേരുകളൊക്കെ. കാരണം ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അന്ന് ബോബിൻ ഒരു ചെറിയ കുട്ടിയാണ്, അന്ന് റോബിനൊരു ചെറിയ കുട്ടിയാണ്, അന്ന് നൈസി തൃശ്ശൂർ പഠിക്കുകയാണ്. ആ സമയത്ത് പേരുകളൊക്കെ വരും, ഭാഷ വേറൊരു ഭാഷ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് വരങ്ങൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വഞ്ചിക്കണം. ഇനി അറിയാനുള്ള വരങ്ങൾ ഏതാണ്? ആരാ പറഞ്ഞു വിവേചനവരം? ആത്മാക്കൾ വിവേചിക്കുന്ന വരം അറിയാനുള്ള വരമാണ് നമ്പർ 1. അതിനേക്കാൾ മുമ്പ് 2 വരങ്ങളുണ്ട്, ജ്ഞാനത്തിൻ്റെ വരും, പരിജ്ഞാനത്തിൻ്റെ വരും. ഇത് രണ്ടും അറിയാനുള്ള വരങ്ങൾ തന്നെ. ജ്ഞാനത്തിൻ്റെ വരം, പരിജ്ഞാനത്തിൻ്റെ വരം, പിന്നെ വിവേചന വരം. ഇത് 3ഉമാണ് അറിയേണ്ട വരങ്ങൾ. സ്തോത്രം. ഇനി ചെയ്യേണ്ട വരങ്ങളോ? 1 കൊരിന്ത്യർ 12 എടുത്ത് വീര്യപ്രവർത്തികൾ, രോഗശാന്തി, പിന്നെ ഓക്കെ
അപ്പൊ ഒരു കാര്യം നൈസി നോക്കിയേ, 2 വരങ്ങളെ കുറിച്ച് പറഞ്ഞു. അതായത് ഇവിടെ ചെയ്യേണ്ട 2 വരങ്ങൾ അവിടെയുണ്ട്. രോഗശാന്തിയുടെ വരം, പിന്നെ പിന്നെ ഒരു വരം കൂടി ഉണ്ടല്ലോ ചെയ്യേണ്ട വരം, വിശ്വാസത്തിന്റെ വരം. അത് ചെയ്യേണ്ട വരം. ആർക്കെങ്കിലും സംശയമുണ്ടോ? വിശ്വാസം എന്ന് പറയുന്നത് കേവലം വിശ്വസിക്കുന്നു എന്ന് പറയുന്നതല്ല. വിശ്വാസത്തിന് ചില പ്രവൃത്തികളുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട്. ഞങ്ങൾ ഒരിക്കൽ ഒരു സ്ഥലത്ത് പോയി, ഒരു കാര്യം നടക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ആ വീട്ടിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ദേവദാസൻ പറഞ്ഞു, ജെസ്സി പായസം റെഡിയല്ലേ? അപ്പം ഞാൻ ചോദിച്ചു, ഇന്ന് ആരുടെ ബർത്ത്ഡേയാണ്? നമ്മുടെ വീട്ടിലൊക്കെ ആകെ ബർത്ത്ഡേ ദിവസം മാത്രമേ പായസം ഉണ്ടാക്കാറുള്ളൂ പണ്ട്. ആ അർത്ഥത്തിൽ ചോദിച്ചത് ആരുടെ ബർത്ത്ഡേ എന്ന് ചോദിച്ചു. ബർത്ത്ഡേ ഒന്നുമില്ല. അപ്പോൾ പിന്നെന്താ പായസം ഉണ്ടാക്കിയത് പ്രത്യേകം? അപ്പോൾ പറഞ്ഞു, ഇന്ന് പോകുന്ന കാര്യം നടക്കും, അതുകൊണ്ട് നീ ഒരു പായസം ഉണ്ടാക്കാൻ കാലത്ത് പറഞ്ഞുകൊണ്ട് പോയി. ചില ആൾക്കാർ കുഞ്ഞു ഉടുപ്പുകൾ വീട്ടിൽ മേടിച്ചു വയ്ക്കും. എന്നറിയുമോ? കുഞ്ഞുങ്ങളില്ലാത്തവർക്ക്. എന്തുകൊണ്ട്? എനിക്ക് ദൈവം കുഞ്ഞുങ്ങളെ നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസം എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ വരമാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക, നിങ്ങൾ കർത്താവിനെ പ്രാപിക്കാൻ തക്കവണ്ണം വിശ്വാസത്തിന്റെ വഴിയിൽ ഓരോ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നു കൊണ്ട് ആ സീറോ ഫിനിഷൻ സ്ത്രീക്ക് സൗഖ്യം കിട്ടുമോ? സീറോ ഫിനിഷൻ സ്ത്രീ എന്ത് ചെയ്തു? കർത്താവ് ഉണ്ടെന്ന് കരുതിയ വീട് കണ്ടെത്തുവാനിടയായി. എല്ലാവരും മറഞ്ഞിരുന്നു കർത്താവ്. പക്ഷേ അവൾക്കത് അപ്രാപ്യമായിരുന്നില്ല. അവൾ അവിടേക്ക് ചെന്നു. അവളോട് കർത്താവ് പലതും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോയില്ല. അവളുടെ വിശ്വാസത്താൽ എൻ്റെ കർത്താവിനെ ഞാൻ പ്രാപിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിൽക്കാനിടയായി. അവളുടെ നിൽപ്പ്, അവളുടെ ക്ഷമ, അവളുടെ കരച്ചിൽ, അവളുടെ ആരാധന എല്ലാം അവളുടെ വിശ്വാസത്തിന്റെ പ്രകടനമായിരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, മകളെ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഹൃദയത്തിലെ ആ ആഗ്രഹം സാധിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. നിന്റെ വിശ്വാസം പോലെ. അവളുടെ ചെറുപ്പക്കാരിയായ മകൾ വസ്ത്രം ധരിക്കാതെയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അപമാനമായിട്ട് വീട്ടിൽ ദുരാത്മാവ് ബാധിച്ച് ഇരിക്കുന്ന ആ മകൾക്ക് അത്ഭുതകരമായി സൗഖ്യം ലഭിക്കാനിടയായി. അപ്പോൾ ചെയ്യാനുള്ള വരങ്ങൾ മനസ്സിലായി. ചെയ്യാനുള്ള വരങ്ങൾ, കേൾക്കാനുള്ള വരങ്ങൾ, മനസ്സിലാക്കാനുള്ള വരങ്ങൾ, പറയാനുള്ള വരങ്ങൾ, ഇതെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഉപയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഏതിലും എഴുതിയിട്ടുണ്ട്. 14-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഉണ്ടായതുകൊണ്ടും കൃപാവരം ഉണ്ടായതുകൊണ്ടും അത് പ്രയോഗിച്ചതുകൊണ്ടല്ല ഒരാൾ വലുതാകുന്നത്, ഒരാൾ വലിയതാകുന്നത് സ്നേഹം കൊണ്ടാണെന്നാണ് ഈ 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയത്. സ്നേഹത്തെക്കാൾ മൂർച്ചയുള്ളൊരു ആയുധമില്ല, വചനത്തെക്കാൾ മൂർച്ചയുള്ളൊരു ആയുധവുമില്ല. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തെക്കാൾ വലിയതായ ഒരു പരിചയമില്ല. ഹല്ലേലൂയ. അപ്പോൾ എന്തുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ന് അനേക സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവിന് ഫയർ എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലൊക്കെ തുടർമാനമായിട്ട് ലിക്വിഡ് ഫയറോ വോൾക്കാനിക് ഫയറോ എന്തൊക്കെ ഫയറുകളായിട്ട് ആൾക്കാരൊക്കെ കൂടി ചെന്ന് ഓരോരുത്തരുടെ മേലെ കെട്ടിമറിഞ്ഞ് വീഴുന്നു, കയ്യിൽ പിടിച്ച് തൂങ്ങുന്നു. അവരുടെ വിയർപ്പിലൂടെ, അവരുടെ ശരീരത്തിലൂടെയൊക്കെ ഇമ്പാർട്ടേഷൻ മറ്റുള്ളവരിലേക്ക് ശക്തി പ്രവഹിക്കുന്നു. അവർ സ്വയം പ്രഖ്യാപിത അപ്പസ്തോലന്മാരാകുന്നു, പ്രവാചകന്മാരാകുന്നു. അവർ ചില വചനഭാഗങ്ങൾ വേണ്ട എന്ന് പറയുന്നു, മറ്റു ചിലത് വേണമെന്ന് പറയുന്നു. അവരിൽ നിന്ന് പല വെളിപ്പാടുകൾ വരുമെന്ന് പറയുന്നു. ഈ ഭൂമിയിൽ അവർ പലതും നടക്കും. അത് അവർ രാജാക്കന്മാരെ പോലെ വാഴും, ഇപ്പം തന്നെ വാഴും. അതോ ZX പ്രൊട്ടക്ഷനോ എന്തൊക്കെ പ്രൊട്ടക്ഷനോ ഒക്കെ വരും എന്നൊക്കെ, അങ്ങനെയൊക്കെ പലവിധ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കിവിടെ അറിയേണ്ടതായ കാര്യം, ഈ ആത്മാക്കളെ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ അറിയാമോ? പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളെക്കുറിച്ചും ഒക്കെയും ധാരാളമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എന്നെ ചിന്തിപ്പിക്കുകയും എന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യം പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. പലരും പറയും പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്നും പോയിക്കൊണ്ടും ഇരുന്നു. സ്ഥിരമായി വസിച്ചത്, ഒരു വ്യക്തിയിൽ സ്ഥിരമായി വസിക്കുന്നത് പുതിയ നിയമ ശുശ്രൂഷകൾക്കായതുകൊണ്ട് നാം ദൈവമക്കളെന്നും ദൈവാത്മാവ് നമ്മെ വഴി നടത്തുന്നുള്ള ബോധ്യം നമുക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ പഴയ നിയമത്തിൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് പോലും അത്ഭുതകരമായ പരിശുദ്ധാത്മാവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിൽ
ഒരു യഹൂദനോട് ചോദിക്കുക, അല്ലയോ ഇസ്രായേൽക്കാരാ, ഏറ്റവും വിലയേറിയ പുസ്തകമെന്ന്. അപ്പം അന്ന് കാലത്ത് ഈ തുകൽ ഇതിലാണ് ഇതൊക്കെ എഴുതി. വലിയ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ പുസ്തകമൊന്നുമല്ല, ഒരു ലോറിക്ക് പിടിച്ചു കൊണ്ടുപോകണം ഈ തുകൽ ചുരുളുകളെ, കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും വിലയേറിയ പുസ്തകമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിൽ ഭൂരിപക്ഷം ഇപ്പം 100 പേരോട് ചോദിച്ചാൽ 90 പേരും പറയുന്ന ഒരു മറുപടിയുണ്ട്. ഏറ്റവും വില കൂടിയ പുസ്തകം ഏതാണെന്ന് ആർക്കെങ്കിലും ഒന്ന് ഊഹിച്ച് പറയാൻ പറ്റുമോ? മോശയുടെ പുസ്തകം. കുറേ ഉണ്ട് പുസ്തകം. അതെങ്കിലും 2-3 ലോറിയൊക്കെ കൊണ്ടുകൊണ്ടിരുന്നു. ഏറ്റവും വില കൂടിയ പുസ്തകമെന്ന് ആ കാലഘട്ടത്തിൽ ചിന്തിച്ച ഒരു പുസ്തകമാണ് യെശയ്യാവിൻ്റെ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. കാരണം നിങ്ങൾക്കറിയാമോ, ഏറ്റവും ധനികനായ എത്യോപ്യക്കാരനായിരിക്കുന്ന ഷണ്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വല്ല ട്രാൻസ്ജെൻഡർ ആയിരിക്കും, എന്തോ ഒരു ഫിസിക്കലി ചലഞ്ചഡ് ആളാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരിക്കാം. അങ്ങനെയൊന്നുമല്ല. അവിടെ IAS ഓഫീസർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു മന്ത്രി ആവണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അവരുടെ IAS ട്രെയിനിങ്ങിലുള്ള കാര്യമായിരുന്നു അവരെ ഇനിമേലെ അവർക്ക് വിവാഹ ജീവിതം വേണ്ട, അവർ കംപ്ലീറ്റ്ലി ഡിവോട്ടഡ് ആയിട്ട് രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യാൻ തക്കവണ്ണം, അവരിനി വിവാഹം കഴിക്കാതിരിക്കാൻ തക്കവണ്ണം, അവരെ ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കാൻ തക്കവണ്ണം അവരെ ഷണ്ടന്മാരാക്കുമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ജനിക്കുമ്പോൾ ഷണ്ടരാക്കുന്നവരുണ്ട്, മറ്റുള്ളവരാൽ ദൈവരാജ്യത്തെ പ്രതി ഷണ്ടത്വമുണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. അതുപോലെ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായിരുന്നു ആര്? ഈ ഷണ്ടൻ. എത്യോപ്യ രാജ്ഞിയുടെ ഒരു വലിയ ഭണ്ഡാര എന്ന് പറഞ്ഞാൽ ഒരു ധനകാര്യമന്ത്രി. നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആരാ? നിർമ്മല സീതാരാമയ്യൻ പോലെ ഒരാളായിരുന്നു ആര്? ഈ എത്യോപ്യക്കാരൻ. അപ്പം ചില്ലറക്കാരനാണോ? എന്തോരം പൈസയുള്ള ആളുമായിരിക്കും. ഒന്നും വേണ്ട, ഏത് യാത്ര ചെയ്താലും ലീവ് ട്രാവൽ അലവൻസ് ഒക്കെ കിട്ടുന്ന ആളായിരിക്കും. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഫ്ലൈറ്റ് പോലെയായിരുന്നു ഏത്? തേര്. ഇയാൾ തേരിനാണ് വരുന്നത് ഇവിടുന്ന്, എത്യോപ്യയിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ ഒരു പക്ഷേ റിലേറ്റീവ്സൊക്കെ ചിലപ്പോൾ മലേഷ്യക്കോ തായ്ലാൻഡിലേക്കോ അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ ടൂറൊക്കെ പോയിട്ടുണ്ടാവും. പുള്ളി ടൂറൊന്നും പോയില്ല. പുള്ളി ഒരു മാസം ലീവ് എടുത്ത് എങ്ങോട്ട് പോന്നു? ജെറുസലേമിൽ പോന്നു. കാരണം എന്താ? ഇസ്രായേലിന്റെ ദൈവമാണ് ഉന്നതനായ ദൈവമെന്ന് ആർക്ക് മനസ്സിലായിരുന്നു? അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആത്മീയമായ ഒരു ഔന്നത്യമുള്ള ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ ആത്മീയതയിൽ താല്പര്യമുള്ള ആളായിരുന്നു. അതുകൊണ്ട് പണം ചെലവഴിച്ച് താൻ എങ്ങോട്ട് പോന്നു? ജെറുസലേമിലേക്ക് പോന്നു. തേരില പോരുന്നു. അവിടെ ചെന്ന്, നല്ല കാശുകാരനല്ലേ, അവിടെ ചെന്ന് ഏറ്റവും വിലപിടിപ്പുള്ള പുസ്തകം വാങ്ങിച്ചു. ഏതായിരുന്നു വിലപിടിപ്പുള്ള പുസ്തകം? യെശയ്യാവിൻ്റെ പുസ്തകം. തേരിൽ ഇത് വെച്ചിട്ട് അദ്ദേഹം വായിക്കുക. നിങ്ങൾക്കറിയാം, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. 53-ാം അധ്യായം എടുത്തുകൊണ്ട് എങ്ങനെ വായിക്കണം എന്നറിയാമോ? നല്ല ഉറക്കെ വായിക്കണം. നമ്മുടെ ചിലർ വളരെ പതുക്കെ വായിക്കും. ചിലർക്ക് വായിക്കാനേ സമയമില്ലാത്തതുകൊണ്ട് എന്താ ചെയ്യണേ? വോയിസ് ആയിട്ടുള്ളത് കേൾക്കും. അപ്പോൾ ചെവിയിൽ വെച്ച് കേട്ട് പിന്നെ ഒന്നും ആർക്കും കേൾക്കാൻ പറ്റില്ലല്ലോ. ഇത് അങ്ങനെയല്ല. അന്ന് കാലത്ത് ആ ടെക്നോളജി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഇത് ഉറക്കെ വായിച്ചാൽ എന്താ ഗുണം സോളമൻ? നമ്മളൊരു കാര്യം ഉറക്കെ വായിച്ചു, നിങ്ങൾക്ക് പരീക്ഷ അടുത്ത ദിവസം വയ്ക്കും. നീ പുസ്തകം എടുത്തുകൊണ്ട് പതുക്കെ വായിച്ചുകൊണ്ട് നിനക്ക് ഉറക്കം വരാൻ സാധ്യത ഇല്ലേ? ആ സമയം ഉറക്കെ വായിച്ചാലോ? അങ്ങനെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. നടന്നു വായിച്ചാലോ? ഉറങ്ങാൻ പറ്റില്ല. നടന്നു പ്രാർത്ഥിച്ചാലോ? ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഇദ്ദേഹം ഉറക്കെ വായിച്ചുകൊണ്ട് ഈ തേരിൽ പോവുകയാണ്. അപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസ് വലിയ പ്രവൃത്തി സമറിയയിൽ നടന്നുകൊണ്ടിരിക്കുക. ഫിലിപ്പോസിനോട് പറഞ്ഞു, നിർത്തവിടെ, നാളെ മറ്റന്നാളൊന്നും നീ പ്രസംഗിക്കേണ്ട. നമ്മുടെ ഇവിടുത്തെ ദൈവദാസന്മാരെ ഒട്ടും സമ്മതിക്കില്ല, ഒരു ദൈവത്തെ പഠിപ്പിക്കുന്നത്. അവർ പറഞ്ഞേ പുള്ളി അപ്പം കേൾക്കും. പുള്ളി അപ്പം തന്നെ അവസാനിപ്പിച്ച് നേരെ അങ്ങോട്ട് പോയത് നടന്നോ ഓടിയൊക്കെയാണ് പോയേക്കണം. എന്തായാലും ഈ തേരിൻ്റെ കൂടെ പോയപ്പോൾ ഓടിയിട്ടാണ് പോയത്. കാരണം തേര് മനുഷ്യനേക്കാൾ സ്പീഡിലായിരിക്കും പോകുന്നത് അല്ലേ? അതുകൊണ്ട് ഓടി. ഇയാൾ വളരെ പതുക്കെ പോയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു. തേരിൻ്റെ വലിയ ഓട്ടത്തിന് മുമ്പ് ഒന്നും ഒരു മനുഷ്യന് ഓടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് തോന്നി ഇയാൾ ഈ വലിയ, നമുക്ക് ഒരു ബസ്സിൽ പോകുമ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു ബസ്സിൽ നമുക്ക് പുസ്തകം വായിക്കാൻ പറ്റും. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റും. എല്ലാം സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇയാളൊരു മീഡിയം സ്പീഡിലാണ് പോകണുള്ളൂ. എന്നാൽ ആ മീഡിയം സ്പീഡിൽ ഓടാൻ പറഞ്ഞു. ഓടിക്കൊണ്ടിരിക്കുക ആര്? ഫിലിപ്പോസ്. അപ്പോൾ ഒരു കാര്യം ഫിലിപ്പോസിന് മനസ്സിലായി,
യെശയ്യാ പുസ്തകം 53-ാം അധ്യായമാണ് ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്, ഉറക്ക വായിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു നീ വായിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് ചോദിച്ചു. ചില ആൾക്കാർ ഒന്നും മനസ്സിലായില്ല, എല്ലാം മനസ്സിലായി എന്ന് പറയും. ഇദ്ദേഹത്തിന് വളരെ പ്രത്യേകതയുണ്ട്. ഇദ്ദേഹം എന്താ ചെയ്യുന്നറിയാമോ? ഇദ്ദേഹം പറഞ്ഞു, അയ്യോ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, ആരെങ്കിലും മനസ്സിലാക്കാനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഫിലിപ്പോസ് പറഞ്ഞിട്ടുണ്ടാവും, എനിക്കത് ഞാൻ അടിയിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ശരി, ഉടൻ തന്നെ നിർത്തി തേരിനുള്ളിൽ ഇദ്ദേഹത്തെ കയറ്റിയിരുത്തി ആ ഭാഗം തുടങ്ങി. വചനത്തിൽ അങ്ങനെ പറയുന്നത്, ആ ഭാഗം തുടങ്ങി യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ആരറിയിച്ചു? ഫിലിപ്പോസ് അറിയിച്ചു. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു എന്തിനു ഭൂമിയിലേക്ക് വന്നു, പ്രവചനങ്ങളുടെ നിവൃത്തിയായി എങ്ങനെ വന്നു, എന്തിനു വന്നു, എങ്ങനെ മരിച്ചു, പാപമോചനത്തിനായി മരിച്ചു, വിശ്വസിക്കുന്നവർക്ക് എന്താ പ്രത്യേകത, അവർ ദൈവത്തിൻ്റെ മക്കളായി മാറും, അതിന് വിശ്വസിച്ചവൻ എന്താ ചെയ്യേണ്ടത് എന്നടക്കം എല്ലാം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണല്ലോ ഒരു വെള്ളമുള്ള സ്ഥലത്ത് വന്നപ്പോൾ ഷണ്ടൻ ചോദിച്ചത്, എനിക്ക് സ്നാനമേൽക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന്. സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പിന്നെ പോയ വിധത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് എങ്ങനെയാണെന്ന് ഒരു പിടിപാടും. എന്ന് പറഞ്ഞാൽ വിമാനത്തിലല്ല പോയേക്കണത്, തിരിച്ചൊരു ഊബർ വിളിച്ചിട്ടല്ല പോയേക്കണത്, തിരിച്ചങ്ങോട്ട് എത്തണമല്ലോ. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് വളരെ പ്രത്യേകതയുള്ള വാക്ക്. ബൈബിളിൽ ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണട്ടോ, വളരെ പരിശുദ്ധാത്മാവ് എഴുതണമെങ്കിൽ ഏറ്റവും നന്നായിട്ട് എഴുതുള്ളൂ, ശരിയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ഹാനോക്കിനെ ദൈവം എടുത്തു എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് എന്താ നിങ്ങൾക്കറിയാമോ? എടുത്തു എന്ന പദത്തിനൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്, ട്രാൻസ്ലേറ്റഡ് എന്നെഴുതിയാണ്. ഒരു മലയാളത്തെ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വേറൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അല്ലേ? ഇതുപോലെ ഈ ഹാനോക്കിനെ ആ ബോഡിയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആരെടുത്തു? ദൈവം എടുത്തു. ആ വാക്ക് ഉപയോഗിച്ചിരുന്നു, മൂലവാക്ക് ഉപയോഗിച്ചത് ട്രാൻസ്ലേറ്റഡ്. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദമുണ്ട്. +2 എടുത്തിരിക്കുന്നത് സയൻസ് ആണോ? അല്ല. സയൻസ് ആണോ? അല്ല. 10ാം ക്ലാസ്സിൽ സയൻസ് പഠിക്കുന്നവർ ഒന്ന് കൈവയ്ക്കുക. 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവർ പഠിക്കില്ലേ? സയൻസ് ഇല്ലേ? ഇനി വല്ല ചോദ്യം ചോദിക്കുന്ന പേടിയോട് കൈവക്കണില്ല. എന്നാൽ ഇനി നമുക്ക് നെഹുവിനോട് ചോദിക്കാം. നെഹു അതായത് ഒരു പദാർത്ഥത്തിന് എങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ തരത്തിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റും, പിന്നെ കൺവെക്ഷൻ, പിന്നെ മൂന്നാമത്തെ റേഡിയേഷൻ. 3 തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്ത് പോകാൻ കഴിയും. റേഡിയേഷൻ സ്ഥലത്ത് ഒരു ദാനവും വേണ്ട, നേരെ റേഡിയേറ്റ്. അതുകൊണ്ടല്ലേ ഈ എക്സ്റേ റൂമിലേക്കൊന്നും ആരെ കയറ്റാത്തതിൻ്റെ കാരണം. എന്നോട് മനസ്സിലായി, റേഡിയേഷൻ കൂടി ക്യാൻസർ വന്ന ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് സംവഹിച്ചു കൊണ്ടുപോയി എന്ന്. എന്താണ് സംവഹിച്ചു കൊണ്ടുപോയി? അത് ആ ടെക്നോളജി അനുസരിച്ച് ആരെടുത്തു? ഫിലിപ്പോസിനെ എടുത്തു. പിന്നെ അവനെ അസ്തോദിലോ എവിടെ വെച്ചു കണ്ടു എന്നാ പറഞ്ഞേക്കണത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതറിയോ, യെശയ്യാ പുസ്തകത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഞാനിത് പറഞ്ഞത്. ഏറ്റവും വില കൂടിയ പുസ്തകം അങ്ങോട്ട് മേടിച്ചു കൊടുന്ന് അത് വായിച്ചുകൊണ്ട് പോയി. ഈ യെശയ്യാ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വായിക്കാം. യെശയ്യാ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യം. യെശയ്യാ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യം. ഓക്കെ. അവിടെ നിർത്തണമേ. ഇനി നമുക്ക് ആക്ച്വലി ഒരു വാക്യം കൂടി വായിക്കാനുണ്ട്, പക്ഷേ അതിനു മുമ്പ് ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവിടെ പറയാണ്, ജസ്സയുടെ കുറ്റിയിൽ നിന്ന്, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഇതാരെക്കുറിച്ച് പറയുന്ന? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രവചന ഭാഗമാണ്. ഈ കർത്താവായ യേശുവിൻ്റെ മേൽ
അഭിഷേകം ഇരിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നു എന്ന് പറയുന്ന പ്രവചന ഭാഗമാണിത്. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ 7 ഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര ഗുണങ്ങളെ കുറിച്ച്? ശ്രദ്ധിക്കണമേ. നമ്മുടെ ടാസ്ക് എന്താന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് എല്ലാ ആത്മാവിനെയും ഒട്ട് പെട്ടെന്ന് വിശ്വസിക്കരുത്, ശോധന ചെയ്യണമെന്ന് പറയുന്നിടത്താണ് ഇവിടെ ഈ പറയുന്ന വാക്യത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ പറയുന്നത്. ഇവിടെ ഈ വാക്യത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവത്തിൽ നിന്നുള്ള ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ് എന്ന് വിളിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ 7 ഗുണങ്ങൾ ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുക. എന്താണ് ആ 7 ആത്മാവ്? ഒന്നാമത്തെ കാര്യം, അത് യഹോവയുടെ ആത്മാവ്. അത് ഇങ്ങനെ പറയാം, സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, കർത്തൃത്വത്തിന്റെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ്, കർത്തൃത്വമുള്ള ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. എന്താണ്? കർത്തൃത്വം ചെയ്യാൻ കഴിവുള്ള ആത്മാവ്. അത് അധികാരമുള്ള ആത്മാവാണ്, അത് തീരുമാനമെടുക്കുന്ന ആത്മാവാണ്, അത് ശക്തിയുടെ ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആദ്യം പറയുന്നത് കർത്താവിന്റെ ആത്മാവ്. രണ്ടാമത് പറയുന്നു ജ്ഞാനത്തിന്റെ ആത്മാവ്. രണ്ടാമത് എന്താ പറയുന്നത്? ജ്ഞാനത്തിന്റെ ആത്മാവ്. 2. മൂന്നാമത്തെ എന്താ പറയുന്നത്? വിവേകത്തിന്റെ ആത്മാവ്. 4ാമത് പറയുന്നത് ആലോചനയുടെ ആത്മാവ്. 5ാമത് പറയുന്നു ബലത്തിന്റെ ആത്മാവ്. ഇനി അടുത്തത് പറയുന്നു പരിജ്ഞാനത്തിന്റെ ആത്മാവ്. അത് കഴിഞ്ഞ് പറയുന്നു യഹോവ ഭക്തിയുടെ ആത്മാവ്. എത്ര ആത്മാവ്? ആത്മാവിന് എത്ര ഗുണങ്ങള്? 7 ഗുണങ്ങൾ. ഒന്നുകൂടി പറയാം. ഒന്നാമത് പറയുന്നു യഹോവൻ, അതായത് കർത്താവിന്റെ ആത്മാവ്. 2 ജ്ഞാനത്തിന്റെ ആത്മാവ്. 3 വിവേകത്തിന്റെ ആത്മാവ്. 4 ആലോചനയുടെ ആത്മാവ്. 5 ബലത്തിന്റെ ആത്മാവ്. 6 പരിജ്ഞാനത്തിന്റെ ആത്മാവ്. 7 സ്തോത്രം. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ 7 ഗുണങ്ങൾ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവാണെങ്കിൽ അവിടെ ദൈവഭക്തി മുതിർന്നു വരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഭയം, ദൈവഭയം. അല്ലാണ്ട് എന്തും ഏതെന്ന് പറഞ്ഞ് എങ്ങനെയും തോന്നിയ മാതിരി നടക്കുന്ന കാര്യമല്ല എന്ത് പരിശുദ്ധാത്മാവിന്റെ പ്രകടനങ്ങൾ. കേട്ടോ ഞാൻ പറയുന്നത്? കസേരയുടെ മേലെ കയറുക, കസേര എടുത്ത് പൊക്കുക, 100 കൂട്ടം. ഇത് ഇന്നുവരെ തെറ്റാണെന്ന് പറയാത്ത ആൾക്കാരാ ഈ വലിയ അഭിഷേകം എന്ന് പറഞ്ഞ് നടക്കുന്നവര്. കുഴിമാടത്തിൽ ചെന്ന് മരിച്ചുപോയി ദൈവസന്നിധി വിശ്രമം എടുക്കുന്ന ആരെ? ഗ്രഹാം സ്റ്റെയിനോട് ഇംഗ്ലീഷിൽ കടലാസിൽ എഴുതി ക്ഷമ ചോദിക്കുന്നവരാ ഈ അഭിഷേകത്തിന് പിന്നിൽ നടക്കുന്നവർ. ഇന്നുവരെ അവർ ചെയ്തത് തെറ്റാണെന്ന് അവർ സമ്മതിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടാത്ത ആത്മാവ്, മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാത്ത ആത്മാവ്, അത് അശുദ്ധിയുടെ ആത്മാവാ, അത് ദുരാത്മാവാ. പ്രൈസ് ദി ലോർഡ്. ഈ ഗുണങ്ങളുണ്ടോ നോക്കണം. ജ്ഞാനമുണ്ടോ, പരിജ്ഞാനമുണ്ടോ, വിവേകമുണ്ടോ, ശക്തിയുണ്ടോ? അത് അങ്ങനെയാണോ ഈ ആത്മാവ് വ്യാപരിക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് വേണം ഇത് ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണോ എന്ന് അറിയുന്നത്. ഇന്ന് ആൾക്കാർക്ക് എങ്ങനെയും അറിഞ്ഞുകൂടാ. എന്തെങ്കിലും അത്ഭുതം കണ്ടാൽ പോലും അത് തന്നെ മതി എന്ന് പറഞ്ഞേക്കാം. എന്നാൽ ഇവിടെ 3ാമത്തെ വാക്യം ഒന്ന് വായിച്ചത്. 11:3. ശ്രദ്ധിക്കണമേ, അവന്റെ പ്രമോദം, അതായത് യേശു ക്രിസ്തുവിന്റെ പ്രമോദം അതെന്തിലായിരിക്കും? യഹോഭക്തിയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവഭയം സൃഷ്ടിക്കാത്ത സ്വാതന്ത്ര്യം എന്ന പേരിൽ എന്തും കാട്ടിക്കൂട്ടുന്നതൊക്കെയും ദൈവാത്മാവിൽ നിന്നുള്ളതല്ല. അവന്റെ പ്രമോദം എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു, ദൈവഭയമുള്ളതും ആയ കാര്യമാണ്. ദൈവഭയത്തിലാണ് എന്ത് ചെയ്യുന്നത്? പ്രമോദിക്കുന്നത്. ഇനി വായിച്ചേ. ഒന്ന് നിങ്ങൾ ചിന്തിക്കണേ. ചില ആൾക്കാർ പറയാ, നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെ വിധിക്കണത്? നിങ്ങളെന്തിനാ മറ്റുള്ളവരെ വിധിക്കണേ? ഇത് വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാന്ന് അടിയിൽ അങ്ങനെ ഒരു കമന്റ് എഴുതിയ അപ്പൊ വരണതാ കുറേ ആൾക്കാർ സിബന്ധികൾ.
എന്ത്? ഇത് നിങ്ങൾ ആരെയും വിധിക്കരുത്. ഞാൻ പറഞ്ഞു പുറത്തുള്ളവരെ നമ്മൾ വിധിക്കേണ്ട, അകത്തുള്ളവരെ വിധിക്കാനെന്നാ ഇപ്പം നമ്മൾ ആക്കി വെച്ചിരിക്കുന്നത്. വചനെടുത്ത് അങ്ങോട്ട് എഴുതി കൊടുത്തു, പിന്നെ ഒരു കമൻറ്റും ഇല്ല അതിൻ്റെ പുറകെ. ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പറയാ ഒരു അത്ഭുതം കണ്ടു എന്ന് വെക്കി, അത്ഭുതം കണ്ടതുകൊണ്ട് അത് ശരിയാവണമെന്നുണ്ടോ? ഒരടയാളം കണ്ടു, അത് കണ്ടതുകൊണ്ട് അത് ശരിയാവണമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അന്ത്യകാലത്ത് എന്തെല്ലാം സംഭവങ്ങൾ നടക്കും? മരിച്ചവർക്ക് ജീവൻ പോലും കൊടുക്കുമെന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. അത് കണ്ടുകൊണ്ട് അത് ചെയ്യുന്ന അന്ത്യക്രിസ്തുവും കള്ളപ്രവാചകന്മാരും ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, ഇവിടെ പറയുന്നു എന്ത്? കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അപ്പൊ ഏതൊരു അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നടക്കാൻ പോകുന്നത്? അതേത് അടിസ്ഥാനമാണ്? എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ. കർത്താവ് പറഞ്ഞു വൃക്ഷത്തെ തിരിച്ചറിയേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫലം കൊണ്ട് തിരിച്ചറിയണം. ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇവിടെ ബാക്കിൽ ലൈറ്റ് ഇടാൻ വേണ്ടി KCB-ക്കാർ വന്നപ്പോൾ ഞാൻ ഈ പുറകിലൂടെ ഇങ്ങനെ താഴ്ത്തു പോയപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഈ ജാതിയുടെ ഇതിൻ്റെ പുറകിലൂടെ ജാതിയുടെ മേലെക്കൂടെ ഈ ഒരു എന്ത് കടന്നു പോയിട്ടുണ്ട്, ഒരു കോവയ്ക്ക ഇങ്ങനെ മുകളിൽ പോയി ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബബിത പറഞ്ഞു അത് ശരിയായ കോവയ്ക്കല്ല, അത് കാട്ടു കോവയ്ക്കയാണ് എന്ന് പറഞ്ഞു. ഇവിടെ ഈ പണിക്കാരൻ വന്നപ്പോൾ അയാൾ വിളിച്ച് കാണിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അതെടുത്തിട്ട് കടിച്ചതുകൊണ്ട് പറഞ്ഞു ഇത് ഒന്നാളത് കോവയ്ക്ക, കുറച്ച് മൂത്തൊന്നും മാത്രമേ ഉള്ളൂ. നമുക്ക് വൃക്ഷത്തെ തിരിച്ചറിയാൻ കഴിയുന്നത് അതിൻ്റെ ഫലം കൊണ്ട് മാത്രം, അല്ലാതെ എന്തോരം പച്ചച്ച് നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവും. ഫലം കൊണ്ട് തിരിച്ചറിയാം. എങ്ങനെ? എന്തെല്ലാം ഫലം? ദൈവത്തിൻ്റെ ഭക്തിക്ക് വിരോധമായിട്ടാണ് പ്രവർത്തനമെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇവരുടെ ഫലത്തിൽ നിന്ന് ദ്രവ്യാഗ്രഹികളാണോ അല്ലയോ എന്ന് തിരിച്ചറിയണം. ഫലം കൊണ്ട് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പത്രോസ് ലേഖനം എഴുതിയപ്പോൾ ഇത്തരം ദുരുപദേശക്കാരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് എഴുതുവാൻ കാരണം നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്, മനുഷ്യനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. എൻ്റെ മേലെ വന്ന് വീഴ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവനാണോ? പത്രോസിൻ്റെ നിഴൽ വീണപ്പോൾ സൗഖ്യം കിട്ടിയത്? ചിലൊരു വലിയ ലൈറ്റ് കൊണ്ട് കിടക്കാം പുറകിൽ. ഇവരെന്നെ അറേഞ്ച് ചെയ്തേക്കണ ഈ ലൈറ്റ്. വലിയ ലൈറ്റ് അടിക്കുമ്പോൾ എന്ത് വരും? നിഴൽ വരും. നിഴലിൻ്റെ അത്ഭുതം കാണാൻ വേണ്ടി. പിന്നെ ടൗല് വലിച്ചെറിയും. ഇതൊക്കെയുണ്ട്, ഇതൊക്കെ ഈ കാലഘട്ടത്തിലുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ പറയുമ്പോൾ എനിക്ക് നിങ്ങളെന്നോട് ക്ഷമിക്കണം. ചിലർ ഇതിങ്ങനെ കഴിഞ്ഞാൽ വലിയ ബിസിനസ്സായി മാറും. ടവൽ ബിസിനസ് അല്ല, വെള്ളത്തിൻ്റെ ബിസിനസ്സാണ് കൂടുതൽ. വെളിച്ചെണ്ണയുടെയും വെള്ളത്തിൻ്റെ ബിസിനസ്സാണ് കൂടുതൽ. അങ്ങനെ നമ്മുടെ എറണാകുളം അടുത്തൊരു ദേവാസനം ഉണ്ടായി. അദ്ദേഹം ആദ്യം ഈ വെള്ളം ഈസി ആയിട്ട് വെള്ളമൊക്കെ എടുത്ത് കുപ്പിയിലാക്കി അങ്ങനെ കൊടുക്കുമായിരുന്നു. പിന്നെ പുള്ളിക്കൊരു സംശയം, ഇത് ഭയങ്കര രോഗസൗഖ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ ഒത്തിരി പേര് കുപ്പിയായിട്ട് എന്ത് വരും, വെള്ളമായിട്ട് എണ്ണയായിട്ടൊക്കെ വരും. ഇത് പ്രാർത്ഥിച്ചു കൊടുക്കുന്നതിനടുത്ത പാസ്റ്ററുടെ പ്രധാനപ്പെട്ട പണി. ദൈവജനത്തിൽ നിന്ന് ഒരു വാക്ക് പോലും പറയാൻ സമയം ഉണ്ടാവില്ല. കാരണം ഈ കൊണ്ടുവന്ന 100 പേരുടെ ഈ കുപ്പി പൂജിച്ചു കൊടുക്കണമെങ്കിൽ അതല്ലേ സമയം ഉണ്ടാവുള്ളൂ. ചങ്കായി ചർച്ചകൾ എന്ന് പറയും, അത്രയും ചർച്ചകൾ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു എറണാകുളം അടുത്തൊരാളാണ്. അപ്പം അദ്ദേഹത്തിന് പിന്നെ ഒരു സംശയം തോന്നി, നമ്മുടെ ഈ വെള്ളം എടുക്കുന്ന സ്ഥലത്തെ വെള്ളം അത്ര ശരിയില്ലെങ്കിലോ. അതുകൊണ്ട് പിന്നെ മുതൽ അദ്ദേഹം ബിസ്ലറി വാട്ടർ, അതായത് നമ്മളുടെ വാട്ടറില്ലേ വെള്ളം, നല്ല വെള്ളം. അപ്പോൾ ആരും എനിക്ക് ചോദിച്ചു എന്നാണ് പറയണേ. അതായത് എന്തിപ്പോൾ മറ്റേ വെള്ളം അല്ലല്ലോ, മറ്റേ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വല്ല അസുഖം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. നമുക്കറിയാം. അത് മാത്രമല്ല, കർത്താവിന് കൊടുക്കേണ്ട മഹത്വം ആര് തട്ടിയെടുത്താലും അത് വലിയ തെറ്റാണെന്ന് ദൈവവചനം പറയുന്നുണ്ട്. ഞാനിന്ന് ആരാധന മധ്യത്തിൽ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ ദൈവം നമ്മുടെ ആത്മാവിനെ അസൂയോടെ അഭിലഷിക്കുന്നവനാണ്. അതുമാത്രമല്ല, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മറ്റൊരാൾക്ക് കൊടുത്താൽ കർത്താവ് വെറുതെ വിടില്ല. കർത്താവ് ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാ. എന്തുകൊണ്ടാണ്? താൻ സകലത്തിന് യോഗ്യനായ കർത്താവാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ കർത്താവിൻ്റെ പേരൊന്നും ആർക്കും അറിയില്ല. പണ്ട് എൻ്റെ കൂടെ പഠിച്ച ഒരു മർത്തോമക്കാരനുണ്ടായിരുന്നു. അപ്പോൾ അവനൊരിക്കൽ എന്നോട് പറഞ്ഞു, അവന് ഭയങ്കര ഭക്തനാണ്. എന്ത് ഭക്തനാണെന്ന് അറിയാമോ? ഈ ലത്തീംപള്ളി ഭക്തനാണ്.
അപ്പം ഞാൻ ചോദിച്ചു, നൊവേനയ്ക്ക് സ്ഥിരമായിട്ട് പോകും. മധുരക്കോട്സിലെ ഒരു വലിയൊരു ജോലിക്കാരൻ്റെ മകനായിരുന്നു ഇയാൾ, പേരൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ കൂടെ പഠിച്ചത്. അപ്പോൾ ഞാൻ ഒരിക്കൽ ചോദിച്ചു, അപ്പോൾ ഇവിടെ ഇപ്പോൾ അന്തോണീസ് പുണ്യാളുടെ അവിടെയല്ലേ പോണത്, ഏതെങ്കിലും ഒരു ദൈവത്തെ, യേശുവിനെ കുറിച്ച് ഒരു മണ്ണാങ്കട്ടി അറിയില്ല, ആര് മാത്രം മതി? അന്തോണീസ് മാത്രം മതി. നിങ്ങൾ ചിന്തിക്കണം, അതായത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യന് കൊടുത്താൽ ദൈവം സമ്മതിക്കില്ല. ഇന്ന് പലരും ഈ കാട്ടിക്കൂട്ടുന്ന കാര്യം എന്നറിയും. ഈ അപ്പസ്തോലന്മാരെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അവരെ പൂമാലയിട്ട് സ്വീകരിച്ചു, അവരെ ദേവന്മാരെന്ന് പറഞ്ഞു. എന്നാൽ ശരി, പോരട്ടെ, മഹത്വം കൂടി പോരട്ടെ പോരട്ടെ എന്ന് പറയാനാണോ അവർ തയ്യാറായത്? നൂറുകണക്കിന് ആൾക്കാർ എൻ്റെ മേലെ വന്ന് വീഴുവീൻ എന്നാണോ പറഞ്ഞത്? അല്ല, അവർ പറഞ്ഞതേ മഹത്വം കൊടുക്കേണ്ടവന് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ എപ്പോഴും ചെയ്യുക, മഹത്വം കൊടുക്കേണ്ടവന് കൊടുക്കാനാ പറയാ. പരിശുദ്ധാത്മാവിനൊക്കെ എന്താ കാര്യസ്ഥനെ കുറിച്ച് ദൈവജനം പറയുമ്പോൾ പറയുന്നെങ്ങനെയാ, ആ കർത്താവ് എന്ത് പറഞ്ഞോ അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്ന, ദൈവത്തിനുള്ള മഹത്വം കൊടുക്കുന്ന. ഒരു മഹത്വം തട്ടിയെടുക്കുന്നവനല്ല ദൈവത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യർക്ക് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഓടിപ്പോകണം. അതൊരു വിഗ്രഹാരാധന തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ രൂപം ഉണ്ടാവില്ല, അവിടെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എസെക്കിയേലിന്റെ പുസ്തകത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു, അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മൂപ്പന്മാരിൽ ചിലരുടെ ഉള്ളിലെ വിഗ്രഹത്തെ കണ്ട പ്രവാചകൻ അത് പറയുകയാണ്. ഇതിപ്പോ പ്രവാചകന്മാർ തന്നെ അല്ലെങ്കിൽ അപ്പസ്തോലന്മാർ തന്നെ തങ്ങളെ തന്നെ വിഗ്രഹങ്ങളാക്കി മാറ്റുന്ന അനുഭവത്തിൽ നിന്ന് വരുമ്പോൾ അവരുടെ ആത്മാവ് ഏതാത്മാവാണെന്ന് പറയണം. ഇനി രണ്ടാമത്തെ കാര്യം, എങ്ങനെ ഈ ആത്മാവിനെ തിരിച്ചറിയും? ഈ യഥാർത്ഥ ദൈവത്തിൽ നിന്ന് വരുന്ന ആത്മാവ് അല്ലെങ്കിൽ ആ ആത്മീയ ആൾക്കാർ ഒരു കാര്യം ചെയ്യും. എന്താ ചെയ്യാന്നറിയാമോ? അവർ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും, ദൈവവചനത്തിന് പ്രതികൂലമായ കാര്യത്തിൽ നിന്ന് സംസാരിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണുവാനിടയിൽ, ഞാൻ അങ്ങേറ്റം ബഹുമാനിച്ചിരുന്നൊരു ദേവദാസനാണ്. ദേവദാസനോട് ഒരാൾ ഫോൺ ചെയ്യുന്നത്, ഇംഗ്ലണ്ടിൽ നിന്നാണ് ഫോൺ ചെയ്യുന്നത്. ഇങ്ങനെ ഫോൺ ചെയ്യുന്നത്, പാസ്റ്ററെ, ഞാനൊരു പാസ്റ്ററുടെ മകനാണ്, എൻ്റെ അപ്പാപ്പനും ഒരു പാസ്റ്റർ ആയിരുന്നു. പാസ്റ്ററുടെ പേര് പറഞ്ഞു. ഈ പാസ്റ്റർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ, ബക്കിംഗ്ഹാം പാലസിൽ രാത്രി 11 മണിയാകുമ്പോൾ അവിടുത്തെ രാജാവ് ഒരു ഓന്തായിട്ട് മാറുന്നു എന്ന്, ഓന്ത് അവിടേക്ക് ഓടി നടക്കുന്നു എന്ന്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു കാര്യം കേട്ടല്ലോ. ഞാൻ ഈ ബക്കിംഗ്ഹാം പാലസിൽ ജോലി ചെയ്യുന്നതാണ്, ഞാൻ അവിടെയുള്ള ചുറ്റുമുള്ള ഹോട്ടലുകളൊക്കെ താമസിച്ചിട്ടുണ്ട്. ഇന്ന് വരെ അങ്ങനെ ഒരു ഓന്തായ കാര്യം, രാജാവ് ഓന്തായ കാര്യം അല്ലെങ്കിൽ ഓന്ത് നടക്കുന്ന കാര്യമൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഇതെന്താ ഈ പറയുന്നത്? ഇപ്പോൾ പറഞ്ഞു ആത്മീയ തലത്തിലുള്ളവർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റൂ. പുള്ളിക്കാരൻ പറഞ്ഞ കേട്ടോ. ഇന്ന് അദ്ദേഹത്തെ ഒരാളായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, അദ്ദേഹത്തിൻ്റെ കീഴിൽ കണ്ടമാന ആൾക്കാർ ആരാധിക്കുന്നുമുണ്ട്. ഇവരിൽ വ്യാപരിക്കുന്ന ആത്മാവെന്ത്? ആദ്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും വ്യാപരിച്ചത്. കുറേ നാള് ഈ പണത്തിൻ്റെ പുറകെയോ അല്ലെങ്കിൽ സ്ഥാനത്തിൻ്റെ പുറകെയോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളുടെ പുറകെയോ വശീകരിക്കപ്പെട്ടു പോകുമ്പോൾ ഇവരുടെയൊക്കെ ബുദ്ധി എന്തോ തമസിലേക്ക് ചെന്ന് വീഴണം. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ പോയാൽ ചിലരെ അന്ധബുദ്ധിയിൽ ഏൽപ്പിക്കുമെന്ന് റോമലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ല, പറഞ്ഞിട്ടില്ലേ? അവരുടെ വിഗ്രഹാരാധന തക്കതായ മഹത്വം ദൈവത്തിന് കൊടുക്കാതിരിക്കുമ്പോൾ അവനെ അപമാനരാഗങ്ങളിൽ ഒരു രാജാവോ ഇയാൾ ചോദിക്കാം, ഈ ഇംഗ്ലണ്ടിലെ ഞങ്ങൾ ജോലി ചെയ്യണത്, UK ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറേയുണ്ട്, ഞങ്ങൾ ഇവിടെ വന്ന് ജോലി ചെയ്ത് പൈസയൊക്കെ കിട്ടി ഞങ്ങൾ നാട്ടിലേക്ക് പൈസയൊക്കെ അയച്ചു കൊടുത്ത് ഞങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ ഇവിടുത്തെ രാജാവ് ഓന്താവണമെന്ന് പറയുന്നതൊക്കെ ശരിയാണോ? എന്ത് വിചാരിക്കും മറ്റുള്ളവർ എന്ന് അയാൾ ചോദിക്കുക. നിങ്ങൾ മനസ്സിലാക്കണത്. അപ്പോൾ ഒരുപക്ഷെ ഈ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അവരെ ചിലർ അന്ധതയിലേക്ക് ആഴ്ത്തും. പിന്നെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തലയിൽ കൈവയ്ക്കുന്നു. ശരിയല്ല. ഈ പുള്ളിക്കാരൻ തന്നെയാ നോട്ടടിക്കുന്ന മെഷീനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ചീത്ത നോട്ടൊന്നും നോട്ട് എണ്ണി നോട്ട് എണ്ണാനുള്ള മെഷീൻ വരികയാണ് ഇന്ന് ആൾക്കാരുടെ കയ്യിൽ. പണ്ട് K. അബ്രഹാം മാളിൽ വന്നപ്പോൾ ഞാൻ അവിടെ കൺവെൻഷൻ പോയി. അദ്ദേഹം ക്ഷണിക്കുന്ന ആൾക്കാരെയൊക്കെ സ്നേഹിക്കുന്ന ആളാണ്. ഞാൻ ആ പ്രസംഗം കേട്ടതുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം അവസാന ദിവസം അദ്ദേഹം പറയും, ഇന്നലെ രാത്രി പാസ്റ്റർ ഉറങ്ങിയത് 3:30 മണിക്ക്.
അപ്പോൾ എല്ലാവരും എന്താണാവോ പാസ്റ്റർ 9 മണിക്ക് കൺവെൻഷൻ കഴിഞ്ഞു, 3:30 മണിക്ക്. അതിൻ്റെ ഒറ്റ കാരണമുള്ളൂ, പാസ്റ്റർ വന്ന സ്തോത്ര കാഴ്ച എണ്ണി 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 നാണയങ്ങളും ചെറിയ ചെറിയ നോട്ടുകൾ എണ്ണി എണ്ണി 3 മണി 4 മണിയായി. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ ഏറ്റവും വലിയ നോട്ട് കയ്യിലെടുക്കണം. അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചില്ലറകൾ എണ്ണി സമയങ്ങളെ നോട്ട് എണ്ണുന്ന പണിയാണോ പാസ്റ്റർമാരുടെ? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എന്നെ ക്ഷണിച്ചതല്ലേ, എന്നാൽ എനിക്കൊരു കവർ കിട്ടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു കവർ കിട്ടാൻ വേണ്ടി ഒരു നല്ല ഇത് വരട്ടെ സ്തോത്ര കാഴ്ച. ഇത് പറയാണ്ടവനാണോ ഒരു സുവിശേഷകൻ, ഒരു പ്രവാചകൻ? ഹല്ലേലൂയ. ഞാൻ കേട്ടു, പലയിടത്തും കേട്ടു, അതായത് ഈ ശത്രുവിൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ഇങ്ങോട്ട് പോരണം എന്നാ പറയണം. എന്നാൽ കർത്താവ് പറയുന്നു അധാർമിക സമ്പത്ത് കൊണ്ട് സ്വർഗത്തിൽ സ്നേഹിതരെ സമ്പാദിക്കാൻ പറയുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് ഈ കള്ളത്തരത്തിലുള്ള സ്വത്ത് കൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കും എനിക്ക് തോന്നുന്നുണ്ട്. ഒരിക്കലും ഒരാൾ മരിച്ചുപോയി, അദ്ദേഹം ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഫസ്റ്റ് 500 രൂപ ഇരിക്കട്ടെ നോക്കാം. എന്താണെന്നറിയാമോ? ഇന്നൊന്നുമല്ല, ഒരു 2005 അപ്പോൾ എത്ര വർഷമായി? ഒന്ന് കണക്കൂട്ടി വയ്ക്കേ. കുറച്ചധികം വർഷമായില്ലേ? അന്ന് 500 രൂപയ്ക്ക് ഇന്നത്തെ 500 രൂപയുടെ വിലയാണോ? 500 രൂപ. അപ്പോൾ 500 രൂപ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് പാസ്റ്ററെ കർത്താവ് വിലക്ക് ഇരിക്കട്ടെ. പിന്നെ ഇതെങ്ങനെ ഇത് അങ്ങനെ തരാൻ പറ്റും? ഞാനിന്നൊരു സൂപ്പർ ലോട്ടോ അടിച്ചു. എന്തടിച്ചു? സൂപ്പർ ലോട്ടോ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ലോട്ടറി അടിച്ച് കിട്ടിയ പൈസ തോന്നി. എനിക്ക് ഈ പൈസ വേണ്ട. ഞാൻ പറഞ്ഞു ഈ പൈസ എനിക്ക് വേണ്ട. അനേകരുടെ നിർഭാഗ്യവും ഒരാളുടെ ഭാഗ്യവുമായിട്ട് വരുന്ന ഗവൺമെൻറ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഗവൺമെൻറ് തുടങ്ങിയാണെന്നല്ല ഈ ബീവറേജസ് കോർപ്പറേഷൻ എന്ന് വിചാരിച്ച് ഗവൺമെൻറ് തുടങ്ങിയാൽ ഞാൻ അവിടെ ചെന്ന് കുടിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ വല്ല ന്യായമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് ഈ പൈസ വേണ്ട, കള്ളത്തരത്തിലുള്ള പൈസയൊന്നും വേണ്ട. കള്ളത്തരം ചെയ്തുകൊണ്ടല്ല കർത്താവിൻ്റെ കിങ്ഡം പണിയേണ്ടത്. അത് വിചാരിച്ച് കർത്താവിന് വേണ്ടി തരുന്ന മറ്റൊരാൾ തരുന്ന സ്വീകരണവും കർത്താവ് സ്വീകരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ കള്ളത്തരത്തിലുള്ളത് സ്വീകരിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പം ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് നമുക്കറിയാൻ കഴിയാന്ന്, ഇത് ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണോ എന്ന്. ദൈവത്തിൽ നിന്ന് വരുന്ന ആത്മാവുള്ളവരാണെങ്കിൽ അവർ ദൈവവചനത്തിൽ നിൽക്കും. കേൾക്കണം, ദൈവവചനത്തിൽ നിൽക്കും. അവർ ദൈവസഭകളുടെ വളർച്ചയ്ക്കിടയാക്കും. അവർ വന്നാൽ ഒരു കലക്കമുണ്ടാവില്ല, കൺഫ്യൂഷൻ ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവും. ചിലവരിങ്ങനെ പ്രവാചകന്മാരെ കൊണ്ടുവരും, ഞാൻ കാണുന്നു ഇന്ന ആഴ്ച ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പോകണം, അപ്പോഴേക്കും ഇവർക്ക് സന്തോഷമായി. പിന്നെ പോകാണ്ടായി കഴിയുമ്പോൾ അത് നടന്നില്ല, അവർ ഇച്ഛാഭംഗമുള്ള മുഖം. അന്ന് ഭയങ്കര സന്തോഷമായി ആ മീറ്റിംഗ് നടക്കണ ദിവസം. കാരണം പോകാന്നല്ല പറയണം. ഒത്തിരി കള്ളപ്രവാചകന്മാർ ഈ ലോകത്തിലെ യഥാർത്ഥ പ്രവചനം എന്ന് പറയുന്ന ഒരു പിന്നെ മാനസാന്തരത്തിലേക്ക് വഴി നടത്തുന്നത്, ദൈവവചന പ്രകാരമുള്ളത്, സ്നേഹം ഉദ്ദീപിപ്പിക്കുന്നതാണ്, വിശ്വാസം വളർത്തുന്നതാണ്. അതല്ലാതെ ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയായിട്ട് പറയാൻ പറ്റില്ല. ചില ആൾക്കാർ പറഞ്ഞു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ ആൾക്കാർ എങ്ങോട്ട് വീണു എന്നാണ് പറയണത്. എങ്ങോട്ട് വീണു എന്നാണ് വചനം പറയുന്നത്? വായിച്ചിട്ടില്ലേ? മുന്നോട്ട് വീണുന്നാണ്. ആൾക്കാർ പുറകോട്ട് വീഴുക നോക്കണം. പുറകോട്ട് വീഴാൻ ഈ പാസ് ചെന്ന് നിൽക്കുമ്പോഴേക്കും ആ വീഴാൻ പോണ പെണ്ണാണെങ്കിൽ 2-3 വോളണ്ടിയേഴ്സ്, പാസ്റ്ററുടെ ഭാര്യ ഒക്കെ പുറകെ വന്ന് നിൽക്കും. ഈ വീണാണെങ്കിൽ പിടിക്കാൻ വേണ്ടി. ആണുങ്ങളുടെ ഭാഗത്തായാലും അങ്ങനെ. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെ വീണുകൊണ്ടോ വല്ല ഗുണമുണ്ടോ? ആ വീണ സമയത്ത് സ്വപ്നങ്ങൾ കാണും. അങ്ങനെ സ്വപ്നം കണ്ടവരുടെ ജീവിതത്തിൽ വല്ല മാറ്റമുണ്ടോ? അത് പിന്നെയും പോയി നിൽക്കുമ്പോൾ അവർ തന്നെ വീഴും. അവർ ഗുണമുണ്ട്. എപ്പോഴായാലും ഇങ്ങനെ വീണവരെന്ത് ചെയ്യും? വീണുകൊണ്ടേ ഇരിക്കും. എന്നെയൊക്കെ തലയിൽ തിരുവല്ലയിലുള്ള ഒരാൾ പ്രവാചകൻ കുറേ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പിടിച്ച് ഞെക്കി പുറത്തേക്ക് തിരിഞ്ഞു. ഞാൻ പരമാവധി ഇങ്ങനെ പിടിച്ച് നിൽക്കുക. ഇയാളിങ്ങനെ പിടിച്ച് തള്ളി ആദ്യം ഇവിടെ ഞെക്കി, പിന്നെ ഇവിടെ പിടിച്ച് തള്ളി, പിന്നെ നടുക്ക് നോക്കിയാൽ നടുക്ക് നോക്കുമ്പോൾ നമുക്ക് ആകെ പേടിയാവും. കാരണം ഈ 2 കണ്ണും കൂടി ഇങ്ങനെ വരുമ്പോൾ ഇടിഞ്ഞോണ്ട് വീഴാൻ സാധ്യതയുണ്ട്. അറിവില്ലാത്ത സമയത്തൊക്കെ നിന്ന് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉണ്ടാകുന്ന ശക്തി എന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കാനുള്ള ശക്തിയാ, സ്നേഹത്തിന് ജീവിക്കാനുള്ള ശക്തിയാ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമുള്ള ജീവിതത്തിന് ഉടമകളാവാനുള്ള ശക്തിയാ. അത് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിട്ടൊന്ന് വായിക്കണം. ഗലാത്യ ലേഖനം ഒന്ന് വായിച്ച്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ച്.
പക, ഇണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, വിഘ്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്നിവയുമാകുന്നു. ഹല്ലേലൂയ. മുതലായവയിൽ കുറേ ചേർക്കേണ്ടതുണ്ട് കേട്ടോ, അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. മുതലായവ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഞങ്ങൾ രാജമന്ത്രി ചെന്നപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പെന്റിക്കോസ്റ്റ് ചർച്ച പോയി കാണാനുണ്ട്. ഏകദേശം 10,000 പേര് കൂടി വരുന്ന സ്ഥലം. അവിടെ പായ മാത്രമേ ഉള്ളൂ, ഇങ്ങനെ നിരത്തേ ഉള്ളൂ. വലിയ നടന്ന് അതിൻ്റെ. അപ്പോൾ എന്നോട് അവിടെ മാസത്തിലൊരു ദിവസം ഒരു പ്രത്യേക മീറ്റിംഗ് ഉണ്ട്, അതിലേക്ക് ഒത്തിരി പേര് വരുന്നതാണ്, 10,000-ലധികം ആൾക്കാർ വരും. അപ്പം എന്നോട് എന്നെ കൊണ്ടുപോയ ദിവസം പറഞ്ഞു, പാസ്റ്റർ അത് ശരിയല്ലാത്തടത്ത് കണ്ടമാനം ആൾക്കാർ കൂടുട്ടോ. അപ്പം ചോദിച്ചാൽ അതെന്താ ശരിയല്ലാതാണ്? അതെ, അദ്ദേഹത്തെ കാണാനായിട്ട് ഞങ്ങൾ ഒരിക്കൽ ചെന്നപ്പോൾ അദ്ദേഹം ഫുൾ ടൈം മൊബൈലിൽ കോമഡി സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനും കുറേ കോമഡി കാണാറുണ്ട്, ഉള്ള കാര്യം പറയും. പക്ഷേ ഈ പാസ്റ്റർമാർ ചെല്ലുന്ന സമയത്ത് കോമഡി കാണാമെന്ന് ഓർക്ക് കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് ഇവരെ മൈൻഡ് ചെയ്യാണ്ട്. അപ്പോൾ എന്തെന്നാ പറയുന്നത്? വലിയ ചർച്ചയൊക്കെയാണ്. ആൾക്കാരെ കൂട്ടാൻ സുവിശേഷകന്മാരൊന്നും വേണ്ടെന്നേ. ആൾക്കാരെ കൂട്ടാൻ സുവിശേഷകന്മാരൊന്നും വേണ്ട. നിങ്ങൾ ഒരു തെറ്റിൻ്റെ ആത്മാവ് കൊണ്ട് നടന്നോ, അവിടേക്ക് ആൾക്കാരെ കൂട്ടാൻ പിശാച് തന്നെ ആൾക്കാരെ കൊണ്ടുവരും. ചാലക്കുടിയിൽ ഒരിക്കൽ ജോയിന്റ് ജീസസ് മീറ്റിൻ്റെ പ്രോഗ്രാം നടക്കാം. അന്ന് നമ്മുടെ മോഹനൻ പാസ്റ്റർ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം എന്താ പറയുന്നത് അറിയാമോ? ചാലക്കുടിയിൽ നല്ല ജ്യൂസിൻ്റെ സെൻറ്റർ തുടങ്ങിയ വളരെ ചുരുക്കം പേരെ കണ്ടും കേട്ടൊക്കെ വരും. ഇന്നത്തെ കാലത്ത് പിന്നെ യൂട്യൂബേഴ്സ് എന്താ പറയുക, എങ്ങനെയുള്ള ആൾക്കാർ അത് ഇതിനെക്കുറിച്ച് വ്ളോഗ് അങ്ങനെയൊക്കെ വരുന്നവർ കാണിക്കുമ്പോൾ ആൾക്കാർക്ക് ശരിയാ നമ്മുടെ മൂലൻസിൻ്റെ അവിടെ നിന്ന് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പോവാം. ഇതിപ്പോൾ അല്ലാതെ ഒരു നല്ല സ്ഥലങ്ങൾ കണ്ടുപിടിച്ചെടുക്കാൻ കുറേ നാൾ പിടിക്കും. പക്ഷേ ഒരു ബാർ എന്ന് പറഞ്ഞ 3 അക്ഷരത്തിൻ്റെ ഒരു ബോർഡ് വെച്ച് നോക്കിയേ. വല്ല അഡ്വർടൈസ്മെൻറ്റ് വേണോ? നിങ്ങൾ പറയും, അന്വേഷിച്ച് പിടിച്ച് വരും ആൾക്കാർ. ഇതുപോലെ ഉപദേശത്തിൻ്റെ ഉള്ളിൽ ദുരുപദേശം കൂടി കൂട്ടി കലർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ചോയ്സിനോട് ചോദിച്ചു, എൻ്റെ ദൈവം, ഈ ബാംഗ്ലൂർ നടക്കുന്ന ഈ നാടക പരിപാടിയിൽ കുറേ വിലപിടിപ്പുള്ള ദാസന്മാരാണല്ലോ പറഞ്ഞത്, ഇതെങ്ങനെ ഇവരൊക്കെ വന്നു പെടണതിനുള്ളിൽ? പലരെയും ആകർഷിക്കുന്നേ, പലരെയും ആകർഷിക്കും. നല്ലൊരു ഭക്ഷണം വെച്ചാലും ഈച്ച വരും. എന്നാൽ ഈ പ്ലാവിൻ്റെ ചോട്ടിൽ നിലത്ത് വീണ ചക്ക അടിഞ്ഞു പിടിഞ്ഞ് കിടക്കുമ്പോൾ അതിലും മണിയാൻ ഈച്ച വരും, വരില്ലേ? കാരണം അതിനാകർഷിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണെങ്കിൽ, ആ ആത്മാവിലാണ് വസിക്കുന്നവരാണെങ്കിൽ എന്ത് സംഭവിക്കും? അവർ ദൈവസഭയുടെ അനുഗ്രഹത്തിനായിരിക്കും, സ്നേഹത്തിനായിരിക്കും, വചനപ്രകാരം ജയിക്കുകയും അവർക്ക് ദുരുപയോഗങ്ങൾ ഉണ്ടാവില്ല, അവർക്ക് ജഡത്തിൻ്റെ ചിന്തകൾ ഉണ്ടാകില്ല. അവർ ആത്മാവിൽ നയിക്കപ്പെടുന്നവരായിരിക്കും. അവർ സ്വന്തം മഹിമയ്ക്കൊന്നും നടക്കുന്നവരായിരിക്കില്ല. അവർ കോംപ്രമൈസ് ചെയ്യുന്നവരായിരിക്കില്ല. ആൾക്കാർ പോയാലും പോയില്ലെങ്കിലും അവർക്ക് കുഴപ്പമുണ്ടാവില്ല. എങ്ങനെ തിരിച്ചറിയാൻ പറ്റിയ ആളുകളുണ്ട്? 2-3 കാര്യങ്ങളെ നിങ്ങളോട് പറഞ്ഞാൽ ഞാനിവിടെ പ്രസംഗം അവസാനിപ്പിക്കും. ദൈവത്തിൽ നിന്നുള്ള ആത്മാവാണോ, അല്ലെങ്കിൽ ഈ ആത്മാവ് ശരിയാണോ എന്ന് ഒറ്റയടിക്ക് വിശ്വസിക്കരുത്. ശോധന ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ശോധന ചെയ്യും? എനിക്കതിനൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാം. നമ്പർ 1, അങ്ങനെയുള്ള ആത്മാവാണെങ്കിൽ ആത്മാവിൻ്റെ ഫലമുണ്ടാവും. എന്തുണ്ടാവും? ഗലാത്യ ലേഖനത്തിൽ നിന്ന് വായിച്ചോ? വായിച്ചില്ലല്ലോ, അത് വായിച്ചേ. ആ, സ്നേഹം, ആ, സമാധാനം, ആ, 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 ആ. ഈ 9 പ്രധാന ഫലത്തിൻ്റെ 9 അല്ലികൾ, അല്ലെങ്കിൽ ഇതെല്ലാം ചേർന്ന ഫ്രൂട്ട് ഉള്ള വ്യക്തിയായിരിക്കും ആര്? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദൂതുവാഹിയാകേണ്ട വ്യക്തി. മനസ്സിലായോ? ടെസ്റ്റിൻ്റെ ആദ്യത്തെ ഘടകം. അതായത് നമ്മൾ പറയും ഭക്ഷണം കഴിക്കണേക്കാളും മുമ്പ് ടെസ്റ്റ് ചെയ്യണം, പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ടെസ്റ്റ്, ഭക്ഷണത്തിന് മുമ്പുള്ള ടെസ്റ്റ്. രണ്ടാമത്തത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചില ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ്
ഡോക്ടർമാർ ഒരു സാമ്പിൾ ഇഞ്ചക്ഷൻ കൊടുക്കും. അതിന് വേണ്ടിയാണ്, നമുക്കൊന്നും അറിയില്ലേ, അലർജി ഉണ്ടോ നോക്കാൻ. അപ്പം അലർജി ഉള്ളവൻ എന്ത് ചെയ്യില്ല, ഇത് ഏക്കുന്നവനെ കൊടുക്കുള്ളൂ. അതുപോലെ രണ്ടാമത്തെ കാര്യം, ഇവര് ഫലമുണ്ടോയെന്ന് മാത്രമല്ല, അവര് ദൈവവചനത്തിൻ്റെ ആ ഫ്രെയിം വർക്കിലാണോ നിന്ന് സംസാരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. രണ്ടാമത്തെ ടെസ്റ്റ് കേട്ടോ. മൂന്നാമത്തത് ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞു. മൂന്നാമത്തത്, ഇവർ തങ്ങൾക്ക് തന്നെ മഹത്വം കൊടുക്കുന്നവരാണോ ദൈവത്തിന് സകല മഹത്വം കൊടുക്കുന്നവരാണ്? മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഇവർ വഴി ചെറിയവരും വലിയവരും എല്ലാവരും ദൈവസഭയിൽ ജീവനുള്ള കല്ലുകളായി മാറുന്നുണ്ടോ ഇല്ലയോ? അവർ സഭകൾക്ക് ഒരു അനുഗ്രഹമാണോ? അടുത്തത് അഞ്ചാമത്തത്, നന്നായി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിന് കൃപാവരമായിരിക്കുന്ന എന്ത് ആത്മാക്കളെ വിവേചിക്കുന്ന വരത്താൽ നമുക്ക് ഒരു തിരിച്ചറിയാൻ പറ്റും. കേട്ടോ ഞാൻ പറഞ്ഞത്? ഒന്നുകൂടി പറയാം. നമ്പർ 1 ഒന്ന് പുറത്ത് പറയാമോ? അതായത് ഈ പറഞ്ഞ ചങ്ങാതിമാർക്ക് എന്തുണ്ടോ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലമുണ്ടോ? ഈ സ്വഭാവമുണ്ടോ? ഇവിടെ പറയണ്ടേ എന്നാ, ബഹളം വെച്ച് ആൾക്കാർ കെട്ടിമറിഞ്ഞ് വീണ് തുള്ളൽ ചാടൽ ബഹളം, ആൾക്കാർ മുഴുവൻ ബഹളമായിട്ട് ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണോ എന്ന് ചിന്തിക്കണം. കർത്താവ് അങ്ങനെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന സുബോധത്തിന്റെ ആത്മാവാ. ഒന്നാമത്തെ കാര്യം, ആത്മാവിന്റെ ഫലമുണ്ടോ എന്ന് നോക്കണം. രണ്ടാമത്തെ കാര്യം, അതായത് ദൈവത്തിന്റെ വചനത്തിന്റെ അതിർവരമ്പ് മാറാതെ ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ നിൽക്കുന്ന ആ വ്യക്തിത്വമാണോ അതെന്ന് നോക്കണം. ഇന്ന് പലതും പറയുന്നത് കർത്താവ് പറഞ്ഞിട്ട് കർത്താവ് ചെയ്തേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനായിട്ട് ഒരു പുലബന്ധമില്ലാത്ത അനേക കാര്യങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുക. ടെസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ എല്ലാ ഞായറാഴ്ചയും ഇവിടെ നിന്ന് ഇപ്പോൾ ആ BTH ഞായറാഴ്ചകളിൽ എല്ലാ ദിവസവും പഠിക്കുന്നവരും ഒന്ന് കരം ഉയർത്തി. ആരൊക്കെ ഉണ്ട്? 1 2 3 4 പേരുണ്ട്. ഇവിടെ 4 പേര്, 4 സ്ത്രീകളാണ് ഇപ്പോൾ BTHകാരികളാവാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും പരീക്ഷ. ഞാനിങ്ങനെ പലപ്പോഴും നോക്കാനൊന്നും എനിക്ക് പറ്റാറില്ല. ഞാൻ പെട്ടെന്ന് പരീക്ഷയുടെ ദിവസം മാത്രം. എന്നാലും 84 മാർക്ക് എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ തവണ എനിക്ക് കിട്ടും. കാരണം നമ്മുടെ പരിചയം കൊണ്ടൊക്കെ ശരിയായി പറഞ്ഞതാ. ഒത്തിരി മെസ്സേജുകളൊക്കെ നേരത്തെ ഒരുക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ 84 മാർക്ക് എനിക്ക് സ്ഥിരമായിട്ട് കിട്ടും. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയും 84 മാർക്ക്, അപ്പോൾ 25 ക്വസ്റ്റ്യനേ ഉള്ളൂ. 4 മാർക്കാണ് ഒരു ചോദ്യം. അപ്പോൾ എത്ര ചോദ്യം? 25 ചോദ്യം. അപ്പം 84 എനിക്ക് കിട്ടണമെങ്കിൽ എത്ര മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല? 4 ചോദ്യം തെറ്റിച്ചിട്ടുണ്ട്. 4 4 16. ഇത് അറിയാത്ത ചോദ്യം ഇപ്പോഴും അറിയാതെ നിൽക്കണത്, ഉത്തരം അറിയാതെ നിൽക്കണത്. ഇതെങ്ങനെ ഉത്തരം അറിയും? അറിയണ്ടേ? ഇപ്പം നമ്മൾ പരീക്ഷ എഴുതുന്നത് എല്ലാം അറിയാനല്ലേ. നമുക്ക് 84 മാർക്ക് കിട്ടിയത് സത്യം. 16 മാർക്ക് കിട്ടിയിട്ടുമില്ല. ഈ 16 മാർക്ക് തെറ്റായിട്ട് എഴുതിയേക്കണത്. അത് ശരിയാണെന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? കീ കണ്ടുപിടിക്കണം. കീ ഉണ്ടാവണം. ശരി ഉത്തരം കിട്ടണം നമ്മുടെ കയ്യിൽ. ആ ശരി ഉത്തരം കിട്ടുന്ന സ്ഥലമായി ഈ പുസ്തകം. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, ഇവര് പറയുന്ന കാര്യങ്ങൾ വെട്ടിവിഴുങ്ങാതെ അത് ദൈവവചന പ്രകാരമാണോ എന്ന് ഈ പൂർണ്ണതയുള്ള ഈ പുസ്തകത്തിൽ നോക്കി കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. ദിനംപ്രതി പരിശോധിക്കണം. ഓരോ ദിവസം ഓരോന്ന് പറഞ്ഞത്. ഒരു സമയത്ത് വേറൊരു ടീ വന്നു, ഇപ്പം ലിക്വിഡ് വന്നു, ഇനി ഗ്യാസായിട്ട് വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കറിയില്ല. കാരണം ഇപ്പം കേട്ടിട്ടുണ്ട്, ഇപ്പം നാസ ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്താ വെളിപ്പെടുത്തുന്നത് അറിയോ? സൂര്യൻ്റെ മേലെ ഒരു മഴ പെയ്യുണ്ടെന്നാണ്. എന്ത് പെയ്യുന്നുണ്ട്? എന്ത് മഴ? തീ മഴ. എന്തോരം കയറ്റുന്ന വീടെന്ന് അറിയാമോ? അതായത് 6 ഭൂമിയെ, എനിക്ക് ഭൂമിയുടെ ഈ ഡയമീറ്റർ എന്താണെന്ന് എനിക്കറിയില്ല, 1600 കിലോമീറ്ററാണെന്ന് പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 1600 പ്ലസ് 1600 പ്ലസ് 1000, അങ്ങനെ ഒരു 5600 കയറ്റിന്ന് ഈ മഴ ഇങ്ങനെ വീണമാതിരി തീ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. അതൊരു പ്രതിഭാസമാണ്. നമ്മുടെ ഇവിടെ മഴ വീണമാതിരി സൂര്യനിൽ. ഇനിയിപ്പോൾ എന്തിട്ടൊക്കെയാണ് ഇനി വരാൻ പോകണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്നലെ പറഞ്ഞത് ഇവർക്ക് ഫാഷൻ മാറി. ഇത് ഇന്നിടുന്ന ഡ്രസ്സല്ല സ്ത്രീകൾ പിന്നീട് വല്ല സിനിമയിൽ വല്ല നായികമാർ ഇടുന്ന ഡ്രസ്സാണ് പിന്നെ അടുത്ത സ്ഥലത്ത് വരുന്നത്. എന്നോട് പണ്ട്
ഗോഡ്വിൻ ജോൺ ഡിസൂസ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മംഗലാപുരത്തുകാരാണ്. അദ്ദേഹം പറഞ്ഞു, ഏത് സീരിയലിൽ സീരിയലുകാർ പുതിയ ഡ്രസ്സ് ഇടണോ, പിറ്റേ ദിവസം പിന്നത്തെ ഞായറാഴ്ച മംഗലാപുരത്തെ മെലാഗ്രേസ് ചർച്ച് എന്ന് പറയുന്ന ചർച്ചിൽ ആ ഡിസൈനിൽ സ്ത്രീകൾ വന്ന് നിൽക്കണം. എന്നോട് പറഞ്ഞതാ, ഞാനിത് നിങ്ങൾക്ക് തമാശയായിട്ട് പറയുന്നതല്ല. അതായത് ഇത്തരത്തിലുള്ള ഉഡായിപ്പ് ശുശ്രൂഷകന്മാർ ഇന്നലെ പറഞ്ഞത് പോയില്ലോ, ആൾക്കാർ കേട്ടില്ലേ. ഇനി പുതിയതൊന്ന് കണ്ടുപിടിക്കണം. പുതിയതൊന്നും കണ്ടുപിടിക്കുന്ന സ്ഥലമല്ല ഇത് പഴയതും പുരാതനവും സത്യമായ കാര്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന. ഇത് പലവട്ടം ആവർത്തിക്കും, ഞാൻ ആവർത്തിക്കും, നിങ്ങൾ ആവർത്തിക്കും. കാരണം ഇതല്ലാതെ മറ്റൊരു സത്യവും ഇല്ല. ഹല്ലേലൂയ. പുതിയത് വേണമെന്ന് പറഞ്ഞ് ഇന്നലെ വേറൊരു ഫയർ, ഇന്ന് ലിക്വിഡ് ഫയർ, നാളെ ഗ്യാസ് ഫയർ, മറ്റന്നാ വേറൊരു പ്ലാസ്മ ഫയർ എന്ന് പറഞ്ഞ് നടക്കുന്ന പരിപാടി നമുക്ക് വേണ്ട. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തിരിച്ചറിയാം ദൈവവചനത്തിലാണോ ഇവർ പറയുന്നത് നോക്കണം. മൂന്നാമത് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഈ വരുന്ന ആൾ ആരെ മഹത്വപ്പെടുത്തണം? കാരണം പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുന്ന ആൾ. പരിശുദ്ധാത്മാവ് കേട്ടതേ പറയുള്ളൂ, കേൾക്കാത്ത പറയില്ല. തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചോ ഭാവനയ്ക്കനുസരിച്ചോ പറയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭാവനയിൽ നിന്നല്ല വരേണ്ടത്, സത്യത്തിൽ നിന്നാണ് വരേണ്ടത്. സത്യത്തിൻ്റെ സാക്ഷിയാകാനാണ് വരേണ്ടത്, സത്യത്തെ ഓർമ്മിപ്പിക്കാനാണ് വരേണ്ടത്. അതുകൊണ്ട് ഇയാൾ അങ്ങനെയാണെന്ന് പറഞ്ഞു. നാലാമത്, ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുക വഴി നമുക്ക് ആത്മീക വർധനം ഉണ്ടോ? സഭയ്ക്ക് ആത്മീക വർധനം കഴിഞ്ഞാൽ നമുക്ക് ആത്മീക വർധനം ഉണ്ടോയെന്ന്. എന്നാൽ ശരി, ഇന്ന് ബാംഗ്ലൂർ, നാളെ എന്നാ കൊട്ടാരക്കര, എന്നാൽ വെച്ച് പിടിക്കാം കൊട്ടാരക്കരയ്ക്ക്. മറ്റന്നാൾ വീണ്ടും വേറൊരു സ്ഥലത്ത് അടൂരിലേക്ക് നേരെ അങ്ങോട്ട് വെച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നതല്ല. അതായത് കേൾക്കുന്ന വ്യക്തിയിൽ മാനസാന്തരം ഉണ്ടാകുന്നുണ്ടോ, കേൾക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥന കൂടുന്നുണ്ടോ, കേൾക്കുന്ന വ്യക്തി വിശുദ്ധിയോടെ ജീവിക്കുന്നുണ്ടോ, കേൾക്കുന്ന വ്യക്തി കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നുണ്ടോ, അങ്ങനെ ജീവനുള്ള കല്ലുകളായിട്ട് സഭ കെട്ടിടത്തെ കാര്യമല്ല പറയണത്. ഓരോ വ്യക്തിയും വളരുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയുള്ളവരാണ് ഈ യഥാർത്ഥമായ ആൾക്കാർ. അവസാനത്തെ കാര്യം ഞാൻ പറഞ്ഞു, എന്താ? അഞ്ചാമത്തെ കാര്യം, അതായത് പരിശുദ്ധാത്മാവിന് കൃപാവരം. അപ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യം വിചാരിച്ചത്, എല്ലാവർക്കും ആത്മാക്കളെ വിവേചിക്കുന്ന വരം. ഞാനിപ്പോഴും പറയാറുണ്ട്, ജോയ്സ് ഇവിടെ വന്നു അത്ര മലയാളം അറിയാതെ വന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും മറ്റു പാസ്റ്റർമാർ പ്രസംഗിക്കുന്ന പ്രസംഗം ജോയ്സിന് മനസ്സിലാവുകയില്ല എനിക്ക് സംശയമുണ്ട്. കാരണം എല്ലാ ഭാഷ അറിയില്ലല്ലോ. കാരണം ചാലക്കുടിയിൽ എവിടെയൊരു ടെസ്റ്റ് ചെയ്ത് കേരളത്തിലെ ഏറ്റവും വലിയ പുഴ, ജോയ്സിലുള്ള പിടിപാടുണ്ട്, എല്ലാ കാര്യം അറിയും, കേരളത്തിലെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയും. അപ്പോൾ അതിന് വട്ടപൂജയിലാണ്ട് എന്ത് കിട്ടും. പിന്നെ ഇംഗ്ലീഷ് ഫുള്ളായിട്ട് അറിയുന്നതുകൊണ്ടാണ് ജോയ്സിന് അവിടെ ടീച്ചർ ജോലി കിട്ടിയത്. അങ്ങനെ കിട്ടിയത്. അല്ലാത്ത ടെസ്റ്റിലൊന്നും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിലെ വിസ്തീർണം എത്ര, കേരളത്തിലെ മുഖ്യമന്ത്രി ആര്, ഇപ്പോൾ കേരളത്തിലെ മന്ത്രിമാരാരെന്ന് ചോദിച്ചാൽ പോലും ഇവർക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നണല്ലേ. റിയലി ഞാൻ പറയുന്നു, കുറ്റപ്പെടുത്തി പറയുന്നതല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അതായത് നമുക്കൊരു കാര്യം മനസ്സിലാക്കി, വിവേചിക്കാനുള്ള വരം പക്ഷെ ജോയ്സിനത് ഉണ്ടായിരുന്നു. പറയുന്ന മുഴുവൻ മനസ്സിലാവും. ഇവർ തെറ്റാണ് പറയുന്നതെങ്കിൽ അപ്പം പിടി കിട്ടും. ആൾ പറഞ്ഞാൽ ഇങ്ങനെ മിസ്റ്റേക്കും കിട്ടും, ആൾ ശരിക്കുള്ളിയല്ല, ഇന്ന കാര്യങ്ങൾ സൂക്ഷിക്കണം എന്നോട് പറഞ്ഞു തരും. അപ്പം ഞാൻ വിചാരിച്ചു അത് ചിലർക്ക് മാത്രമേ കിട്ടുള്ളൂ. ചിലർക്ക് മാത്രം കിട്ടുന്ന കാര്യമാണെങ്കിൽ ഈ വചനത്തിൽ ഇങ്ങനെ പറയുമോ? ഇവിടെ എന്താ പറഞ്ഞത്? ഇത് എഴുതിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയല്ല യോഹന്നാന്റെ ലേഖനം. അവിടെ പറയാം, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യേണ്ടവരാ. നിങ്ങളെ തന്നെ മാത്രമല്ല, മറ്റുള്ളവരെ. നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യാനാണ് വിധിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ മറ്റുള്ളവരെയും ടെസ്റ്റ് ചെയ്യണം. ഏത്? നാട്ടുകാരെ ടെസ്റ്റ് ചെയ്യണം എന്നല്ല പറയണത്. ദൈവാത്മാവിന്റെ പേരിൽ നടക്കുന്ന വിക്രിയകൾ കാണുമ്പോൾ നാം ടെസ്റ്റ് ചെയ്യണം, അവർ ദൈവത്തിൽ നിന്നുള്ളവരാണെന്ന് ചോദിക്കണം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കാര്യം കൂടി പറയാൻ പോകണം, കേൾക്കണം. അതായത് ഇവിടെ പറയാ, യേശുക്രിസ്തു ജഡാവതാരം എടുത്തു ഭൂമിയിലേക്ക് വന്നു എന്ന് പറയുന്നവർ ദൈവത്തിൽ നിന്നുള്ളവരാണ്, അല്ലാത്തവർ ദൈവത്തിൽ നിന്നുള്ളവരല്ല. ഇപ്പം യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരല്ലേ ഈ പറയപ്പെടുന്ന എല്ലാവരും? അതെ. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് ശത്രുവിൻ്റെ സമ്പത്തിന് വീട്ടിൽ കൊണ്ടുവരാനല്ല, കല്യാണം കഴിയാനല്ല, നല്ല ജോലി കിട്ടാനല്ല, ഇവിടെ പണസമ്പാദനത്തിനല്ല, പേരും പ്രശസ്തി ഉണ്ടാക്കാനല്ല, നാളെ ജെറ്റ് വാങ്ങിക്കാനല്ല, മറ്റു കാര്യങ്ങൾക്കൊന്നുമല്ല. കർത്താവിൻ്റെ രാജ്യം അന്വേഷിക്കുമ്പോൾ കർത്താവ് നമ്മെ നിന്ദിക്കാൻ അനുവദിക്കില്ല, നിന്നാ മാത്രമാവില്ല. അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നമ്മൾ അനുഗ്രഹിക്കപ്പെടും, സത്യമാണ്. പക്ഷേ യഥാർത്ഥമായ ആത്മീയ അനുഗ്രഹം എന്ന് പറയുന്നത് അത് നിത്യതയിൽ നമ്മൾ ചെല്ലുമ്പോഴുള്ള അനുഗ്രഹത്തെക്കുറിച്ചാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. അതായത്
എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അതായത് കർത്താവായ യേശു ഭൂമിയിലേക്ക് വന്നത്, താഴ്ന്ന ഭൂമിയിൽ ഒരു മനുഷ്യനായി പിറന്നത്, ബെത്ലഹേമിൽ വന്ന് പിറന്നത്, കാലിത്തൊഴുത്തിൽ കിടത്തിയത്, നിന്ന ഏറ്റത്, കുരിശിൽ ആളല്ലെന്ന് തോന്നിക്കുമാറായി മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത് എൻ്റെ പാപമോചനത്തിനും എൻ്റെ നിത്യജീവനുമാണെന്ന് വിശ്വസിച്ചില്ല എങ്കിൽ പലരും പറയണത്, ഈ പോകുന്ന ആൾക്കാരിൽ നിങ്ങൾ ഒരു 80% ആൾക്കാർ നോക്കിയോ അവർ ഭൗതികാര്യത്തിനാണ്. ആത്മീയ കാര്യത്തിൽ സുവിശേഷം എന്നാൽ പിന്നെ ഈ ബാംഗ്ലൂരിൽ 75 ദിവസം അല്ലെങ്കിൽ എത്ര ദിവസം ഉണ്ടായി ഈ പറയുന്ന 75 പേർക്ക് ബാംഗ്ലൂരിൽ എന്തോ ഒരു സുവിശേഷം ഇറക്കി പരിശുദ്ധാത്മ ശക്തി വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം കർത്താവിന് സാക്ഷികളാകണമെന്നല്ലേ? ഒരു സ്ഥലത്ത് കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ കാത്തിരിക്കണം. എപ്പോൾ വരെ കാത്തിരിക്കണം? നിങ്ങൾ മരണം വരെ കാത്തിരിക്കണം. ഈ ബാംഗ്ലൂരിൽ 75 ദിവസം, അത് കഴിഞ്ഞ് മറ്റേ സ്ഥലത്ത് 31 ദിവസം, വേറെ സ്ഥലത്ത് 120 ദിവസം, അവിടെ മാറി മാറി കാത്തിരിക്കണം എന്നാണോ കർത്താവ് പറഞ്ഞത്? പിന്നെന്താ കർത്താവ് പറഞ്ഞത്? ആ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വ്യാപരിക്കും. വ്യാപരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങളെൻ്റെ സാക്ഷികളാവും. നിങ്ങളെ ഞാൻ അയക്കും. മറ്റുള്ള സുവിശേഷം കേൾക്കണം. പരിശുദ്ധാത്മ ശക്തിയാൽ നടക്കേണ്ട കാര്യങ്ങൾ മറന്നു പോവുകയാണ്. ഇത് വളരെ സുഖമാണല്ലോ. കീബോർഡും കുറച്ച് സ്ഥിരം ആൾക്കാരും. ചിലർ ഈ ഇതിൽ കാണിക്കുന്നതാണ് നമുക്ക് ഭയങ്കര തലകവി. നമ്മൾ വിചാരിക്കും ഇത് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഫാസ്റ്റ് ഒന്ന് പ്രസംഗിക്കുമ്പോൾ കൈ തൊടുമ്പിക്കും. സ്ത്രീകളെ കൂടുതൽ കേട്ടോ, ആണെങ്കിൽ അത്രയില്ല. ഒന്ന് തൊട്ടാൽ മതി. അതിൻ്റെ അർത്ഥം ആൾക്കാർ ഇങ്ങനെ ഇലക്ട്രിക് ഷോക്ക് ടക്ക്. ഇതിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന വീഡിയോ പിടിച്ചുകൊണ്ട് ഏത് ചെയ്തു ഫേസ്ബുക്കിലിട്ടു ആൾക്കാർ. ഇതെന്തോരം തട്ടിപ്പുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കും. ശരിയായതുണ്ടാവുമ്പോഴും തട്ടിപ്പുണ്ടാവും. ഒറിജിനൽ നോട്ടുണ്ടാവുമ്പോഴുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അറിയാമോ? കർത്താവിൻ്റെ ആത്മാവ് വരുമ്പോൾ ശക്തിയുടെ പ്രകടനം ഉണ്ടാവും. കാരണം ശക്തിയുടെ ആത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേസമയം വിവേകത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ എവിടെയും നമ്മുടെ തല വെച്ച് കൊടുക്കരുത്. എന്തും വിശ്വസിച്ച് മുന്നോട്ട് പോകരുത്. അന്ത്യകാലമാകൊണ്ട് അനേകർ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് യൂട്യൂബ് വഴി, സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന എല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് വിവേചിക്കാനുള്ള ഒരു തീരുമാനത്തോടു കൂടിയായിരിക്കണം ഇന്ന് ഇവിടെ നിന്ന് പോകാൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും എന്നെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.